So let's welcome our dear Professor Dos. Thank you. Praise the Lord. Good morning to you all. സുപ്രഭാതം, ദൈവത്തിന് നന്ദി. So I am very happy and delighted to be here in your midst. നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നതിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. The topic given to me is എനിക്ക് ഇന്ന് ലഭ്യമായിരിക്കുന്ന വിഷയം എന്നത് actually the Vedanta Sutras and Christianity. ക്രിസ്തീയത്വവും വേദാന്ത സൂത്രവും ആണ്. Whereas today it is given to you as the influence of Christianity on Indian philosophy. എന്നാൽ ഇന്ന് അല്പം വ്യതിയാനമായിട്ടാണ് വിഷയം അവതരിപ്പിക്കാൻ പോകുന്നത്. ഭാരതീയ സംസ്കൃതിയിൽ ബൈബിളിൻ്റെ സ്വാധീനം. Actually, Indian philosophy is Dravidian philosophy and not Vedic philosophy. ഭാരതീയ തത്വജ്ഞാനം എന്ന് പറയുന്നത് ദ്രവീഡിയൻ തത്വജ്ഞാനം, ദ്രാവിഡ തത്വജ്ഞാനമാണ് എന്നാണ് ഇദ്ദേഹം വിവക്ഷിക്കുന്നത്. Madhvacharya enumerates 16 systems of Indian philosophy. മാധവാചാരി ഭാരതീയമായ 16 വ്യത്യസ്ത ഭാരതീയ തത്വചിന്തകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. But later on, by permutation and combination, they have reduced it to 6 systems of Indian philosophy. പിന്നീട് ഈ 16 തത്വ ചിന്താധാരകളെ 6 ആയിട്ട് കുറയ്ക്കുകയുണ്ടായി. All these compendium are only in Sanskrit, classical Sanskrit. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ക്ലാസിക് സംസ്കൃതത്തിലാണ്. Sanskritam, many of the people are having a very bad notion that it is the mother of all languages, especially Indo-European languages or Indo-Indian Aryan languages. നിർഭാഗ്യവശാൽ ഒരു ചിന്തയുണ്ട്, സകല ഭാഷകളുടെയും മാതാവ് സംസ്കൃതമാണെന്ന് അത് ശരിയാണ്. It's a very, very bad practice. Even the scholars of Indian studies, they acknowledge that Sanskrit language is to be the mother of other languages. മറ്റ് പല ഭാഷകളുടെയും എല്ലാറ്റിൻ്റെയും മാതാവ് സംസ്കൃതമാണെന്ന് സ്കോളേഴ്സ് പോലും പറയുന്നുണ്ട്. എന്നാൽ ആ അനുമാനം തികച്ചും നമുക്ക് സ്വീകരിക്കാൻ പറ്റാവുന്നതല്ല. I would like to give you a very brief introduction about Sanskritam. സംസ്കൃത ഭാഷയെപ്പറ്റി ചെറിയ ഒരു വിവരണം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We don't have any epigraphical evidences to show that Sanskrit was in vogue before the Christian era. ക്രൈസ്തവ ഇറായ്ക്ക് മുൻപേ സംസ്കൃതം പ്രബലമായിരുന്നു എന്നുള്ളതിന് യാതൊരു ശാസ്ത്രീയ തെളിവുകളും നമ്മുടെ മധ്യേ ഇല്ല. No record, no historical evidence to prove that Sanskrit was in vogue before the Christ era. ഈ ക്രൈസ്തവ ഇറായ്ക്ക് മുൻപ് സംസ്കൃതം ഇവിടെ എല്ലാ പ്രാബല്യത്തിലുണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു ചരിത്രപരമായ തെളിവുകളും നമ്മുടെ മധ്യേ ഇല്ല. The first epigraphic evidence that we come across is the inscription on the rock edicts. എഴുത്ത് ശിലകളിൽ നിന്നും ലഭിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. It is actually the first inscription is recorded in the dam repair by Chandragupta Maurya. ചന്ദ്രഗുപ്ത മൗര്യയുടെ ചില ഒരു ഇൻസ്ക്രിപ്ഷനിലാണ് ആദ്യത്തെ എഴുത്ത് ശിലകൾ നമുക്ക് കാണുന്നത്. So the dam built by Chandragupta Maurya was repaired by his satrap called Rudradamana. ചന്ദ്രഗുപ്ത മൗര്യ അദ്ദേഹം നിർമ്മിച്ച ഒരു ഒരു ഡാമിൽ ഇങ്ങനെ ഒരു എഴുത്ത് അവിടെ ലഭിക്കുന്നുണ്ട്. That is a panegyric verse, that is Puhalpa. പുകൽപ്പ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് അതുള്ളത്. Okay, it was written in 150 AD. 150 AD കർത്താവിൻ്റെ AD കാലത്താണ്, കർത്താവിൻ്റെ കാലത്ത് തന്നെയാണ് അത് എഴുതിയിട്ടുള്ളത്. So it is very much attested by very great scholars like Chaudhary, Nirad C. Chaudhary and another Iyengar. നീരജ് ചൗധരി എന്ന് പറയുന്ന പ്രശസ്തനായ സ്കോളർ, അയ്യങ്കാർ, ഇവരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ശരിയായ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ശരികൾ ലഭിച്ചത് ആ അണയുടെ അവിടെ എഴുതിയിരിക്കുന്ന ആ ഡാമിൽ എഴുതിയിരിക്കുന്നത്. Srinivasa Iyengar is the another scholar. Yeah. So all these writings
whether it is Vedas or Vedanta or only in classical Sanskrit. വേദങ്ങളും വേദാന്തങ്ങളും എല്ലാം എഴുതിയിരിക്കുന്നത് ക്ലാസിക് സംസ്കൃതത്തിലാണ്. So, these people are claiming, they are having a very false claim that Sanskrit is the mother of all the languages, and of course that is the main portion for the development of the Indian religion. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയുവാനുള്ളത്, സംസ്കൃതം സകല ഭാഷകളുടെയും ഭാരതീയ ഭാഷകളുടെ പ്രത്യേകിച്ച് മാതാവെന്നുള്ള അവകാശവാദം തികച്ചും തെറ്റാണ്. വേദങ്ങളെല്ലാമാണ് അതിൻ്റെ ഏറ്റവും മുന്നിലുള്ളതെന്നൊക്കെ പറയുന്നതൊക്കെ തെറ്റാണെന്നാണ് അദ്ദേഹം എനിക്ക് പറയുവാനുള്ളത്. In the 4 Vedas of the Aryans, ആര്യന്മാരുടെ 4 വേദങ്ങളിൽ we don't have any trace about the origin and development of Indian religion, that is Hindu religion. ഹിന്ദു മതത്തിൻ്റെ ഉത്ഭവത്തെ പറ്റിയുള്ള സ്രോതസ്സിനെ പറ്റിയുള്ള യാതൊരു വിവരണവും നമുക്ക് അവിടെ കിട്ടുന്നില്ല. I normally don't call it as Hinduism. ഹിന്ദുയിസം എന്ന് ഞാൻ ഹിന്ദു മതം എന്ന് ഞാൻ അതിനെ വിവക്ഷിക്കാറില്ല. It is only Hindu religion. ഹിന്ദു മതമാണത്. Okay, actually the development of Hindu religion dates back to the 1st century. It coincides with the advent of Saint Thomas. എന്നാൽ ഹിന്ദു ഈ രീതിയിലുള്ള തത്വജ്ഞാനവും ചിന്തകളും അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അപ്പോസ്തലനായ തോമസ് വന്നതിന് ശേഷം ഉള്ള കാര്യങ്ങളാണ്. He came here in the year 49 to Gondopharos, that is in Taxila. AD 49 ഗോണ്ടഫോറസ് തക്സീലയിൽ അദ്ദേഹം വന്ന ചരിത്രം നമുക്കറിയാം. So after that he went back to Palestine. അതിനുശേഷം താൻ പലസ്തീനിലേക്ക് തിരിച്ചുപോയി. Then because he heard about the sad demise of the mother of Jesus Christ. പ്രിയ മാതാ മേരി മറിയയുടെ വിരഹം അറിഞ്ഞു, അങ്ങനെ പോയി എന്നാണ് ചരിത്രം പറയുന്നത്. Then again he came to Tamil Nadu, that is Cheranadu, Kerala in 52 AD. അതിനുശേഷം 52 AD താൻ ചേരനാട് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നതായിട്ടാണ് ചരിത്രം പറയുന്നത്. We have a very great monument in Thiruvidankod near Nagarkoil. നാഗർകോയിലില് ഒരു സ്തൂപം നമുക്കവിടെ കാണുവാൻ കഴിയും. That was a temple, that was a church built by Saint Thomas. സെന്റ് തോമസ് പണിത എന്ന് നാം വിശ്വസിക്കുന്ന ഒരു പള്ളി അവിടെയുണ്ട്. He built it in the year 63 AD. 63 AD അദ്ദേഹം നിർമ്മിച്ച പള്ളി. That is supposed to be the most ancient existing church structure in the world. ലോകത്തിലുള്ള ആദ്യത്തെ ഒരു പള്ളിയാണ് എന്നാണ് നാം വീക്ഷിക്കുന്നത്. Okay, so Thomas was the first apostle who preached about God himself. ഭാരതത്തിൽ ദൈവത്തെ അവതരിപ്പിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ച ആദ്യത്തെ വക്താവാണ് അപ്പോസ്തലനായ തോമസ്. Before that there was no idea about the supreme God. എന്നാൽ അതിനു മുൻപ് സുപ്രീം ഗോഡ്, വലിയവനായ ഏകജ്ഞാനിയായ ഒരു ദൈവത്തെ പറ്റിയുള്ള ഒരു വീക്ഷണം ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. So these people are claiming that Vedas have only contributed to the development of Hindu religion or Vedanta. എന്നാൽ വേദത്തിൻ്റെ അനുസാരികൾ അവകാശപ്പെടുന്നത് ഇവരാണ് സർവ്വ മതങ്ങളുടെയും പ്രചാരകരും അതിൻ്റെ ആരംഭകരും എന്നുള്ള അവകാശം അവർ അവകാശപ്പെടുന്നുണ്ട്. Because of the advent of Saint Thomas in Tamil Nadu, എന്നാൽ അപ്പോസ്തലനായ തോമസ് തമിഴ്നാട്ടിൽ വന്നതുകൊണ്ട്, കേരളത്തിൽ ഇവിടെ വന്നതുകൊണ്ട്, the first book by Thiruvallur was written. തിരുവള്ളൂരിൻ്റെ പുസ്തകത്തെ പറ്റി നമുക്കറിയാം. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, തോമസിൻ്റെ സുവിശേഷത്തിൻ്റെ സ്വാധീനത്തിലാണ് തിരുവള്ളുവർ അദ്ദേഹം ആ പുസ്തകം എഴുതിയത്. And that book is the first ever book written by any great scholar to sing praise about the triune God. ത്രിത്വം എന്ന ത്രിയേക ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗാനത്തിൻ്റെ ഭണ്ഡാരമാണ് തിരുവള്ളുവർ എഴുതിയത്. തോമസിൻ്റെ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതിയത്. Because of this, the Tamil Bhakti movement originated in Tamil Nadu. തമിഴ്നാട്ടിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആരംഭം നാന്ദി കുറിച്ചത് ഈ തിരുവള്ളുവരുടെ ഗാന സമ്പാദനമാണ്. So the Bhakti movement, the period of Bhakti movement is 6th century and 7th century AD. 6ാം നൂറ്റാണ്ടോ 7ാം നൂറ്റാണ്ടിലാണ് തമിഴ്നാട്ടിൽ ഈ ഭക്തി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 7th century, because of the evolvement of the Bhakti movement, and the end result was the evolvement of Hindu religion.
ഭക്തിപ്രസ്ഥാനം അങ്ങനെ ഉരുത്തിരിഞ്ഞു. അവസാനം അത് ഹിന്ദു മതത്തിലേക്കാണ് നീങ്ങിയത്. That is, Hindu religion, just for the convenience sake, I am using the word Hindu religion. മനസ്സിലാക്കാൻ വേണ്ടി ഹിന്ദു മതം എന്ന് ഞാൻ ഉപയോഗിക്കുകയാണ്. Originally, it is Saivism and Vaishnavism. എന്നാൽ അതിൻ്റെ മൂലകത്തിൽ ഹിന്ദു മതമല്ല, ശൈവിസവും വൈഷ്ണവിസവുമാണ്. So they were all the Tamil religions. ഇത് തമിഴ് മതങ്ങളായിരുന്നു, തമിഴകത്തിൻ്റെ മതങ്ങളായിരുന്നു അവ. Okay, after that only we come across about Vedanta. അതിനുശേഷമാണ് വേദാന്തത്തെ പറ്റി നാം കേൾക്കുന്നത്. Now coming to the Dravidian philosophy or Indian philosophy. ദ്രാവിഡ തത്വചിന്തയെ പറ്റി നമുക്ക് അല്പം ചിന്തിക്കാം. Actually, the source material for the study of Indian philosophy, ഭാരതീയ തത്വചിന്തകളുടെ പഠനത്തിൻ്റെ അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് that is Prasthanatraya. It is named as Prasthanatraya. പ്രസ്ഥാനത്രയ എന്നാണ് അതിനെപ്പറ്റി അറിയപ്പെടുന്നത്. That is the fundamental three texts. 3 ടെക്സ്റ്റുകളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. The one is the Upanishads. ഒന്നാമത്തേത് ഉപനിഷത്തുകൾ. Second one is the Brahma Sutras. രണ്ടാമത്തേത് ബ്രഹ്മസൂത്ര. Third one is Bhagavad Gita. മൂന്നാമത്തേത് ഭഗവത്ഗീത. All these 3 books are the works of Vedavyasa. വേദവ്യാസന്റെ സൃഷ്ടിയാണ് ഈ 3 പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും. Okay, actually we don't have the authorship for the Upanishads. എന്നാൽ ഉപനിഷത്തിന്റെ പ്രവർത്തനത്തിന്റെ ഉപനിഷത്ത് എഴുതിയത് ആരാണെന്നുള്ളത് വ്യക്തമായ ധാരണ നമുക്കില്ല. Anyway, here and there we come across certain authors like Adulami, Kasha Krishna, like that. ബാബിലോണി, പാശകൃഷ്ണ, ചില പേരുകൾ നാം കേൾക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. Okay, they were all only in the verbal form. എന്നാൽ ഇതെല്ലാം വാമൊഴിയായിരുന്നു, വരമൊഴി ആയിരുന്നില്ല. So Vyasa, he collected all the verbal materials. ഈ വാമൊഴിയായിരുന്ന ഈ തത്വചിന്തകളെല്ലാം വ്യാസൻ ശേഖരിച്ചു. And he named it as Upanishads. ഉപനിഷത്ത് എന്ന പേര് നൽകി. The second one is Brahma Sutras. രണ്ടാമത്തേത് ബ്രഹ്മസൂത്ര. Brahma Sutras, he is the author of the Brahma Sutras. ബ്രഹ്മസൂത്രാസിന്റെ എഴുത്തുകാരൻ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ എന്ന് പറയുന്ന ബ്രഹ്മസൂത്ര തന്നെയാണ്. Normally the author for Brahma Sutra is named as Badarayana. ബാദരായന ആണ് അതിന്റെ എഴുത്തുകാരൻ എന്ന് സാധാരണ പറയാറുണ്ട്. But he is none other than Vyasa. ഏതാ വ്യാസൻ തന്നെയാണ് അദ്ദേഹം. Third one is Bhagavad Gita. മൂന്നാമത്തേത് ഭഗവത്ഗീത. Bhagavad Gita is a smriti. സ്മൃതിയാണ്, ഓർമ്മകളാണ്. That is actually that which is explained. The meaning of smriti is that which is explained. വിശദമാക്കപ്പെട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. Actually, smriti, there are 2 things. One is smriti, the other one is shruti. സ്മൃതിയുണ്ട്, സ്മൃതിയുണ്ട്, 2 വാക്കുകൾ അവിടെ ഉപയോഗിക്കുക. Smriti is the one which is heard. സ്മൃതി എന്ന് പറയുന്നത് കേൾക്കുന്നത്. That is, they are not writing of their own, but they are getting it somewhere from heaven. അതിന്റെ അർത്ഥം സ്വന്തം ഇച്ഛയിൽ നിന്ന് എഴുതിയതല്ല, സ്വർഗത്തിൽ നിന്ന് ലഭിച്ച അരുളപ്പാടായിട്ട് അവർ പ്രഖ്യാപിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. So Bhagavad Gita is included in the books of Smriti. സ്മൃതിയുടെ ആ വിവക്ഷയിലാണ് ഭഗവത്ഗീത വരുന്നത്. So that is explained. The explanation given to the Shruti is Bhagavad Gita. ശ്രുതി, അതായത് കേട്ടതിൽ നിന്ന്, വേറൊന്നിൽ നിന്ന് കേട്ടതിൽ നിന്നിന്റെ വിശദീകരണമാണ് ഭഗവത്ഗീത. So these 3 books are the main fundamental texts for Indian philosophy or Dravidian philosophy. ഭാരതീയ അല്ലെങ്കിൽ ദ്രാവിഡ തത്വചിന്തകളുടെ അടിസ്ഥാന ശിലകളായ പുസ്തകങ്ങളാണ് ഇത് 3. Now we must understand about Vedas and Vedanta. വേദങ്ങളെ പറ്റി വേദാന്തം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടത്. What is Vedanta? എന്താ വേദാന്തം എന്ന് പറഞ്ഞാൽ? Vedam plus Antam. വേദവും അന്തവും കൂടെ ചേർന്നതാണ് വേദാന്തം. Vedanta. That is, these people, the Brahminical writers, ഈ ബ്രാഹ്മണ എഴുത്തുകാർ, they completely write that it is the end portion of the Vedas. വേദങ്ങളുടെ അന്ത്യമാണ് എന്നാണ് ബ്രാഹ്മണന്മാർ അവകാശപ്പെടുന്നത്. So Rig, Yasur, Samam and Atharvanam, 4
നാല് വേദാന്തങ്ങൾ യശ്വ സ്വാമ വേദാന്തങ്ങൾ എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. Now the end portion is Vedanta. അതിന്റെ അന്ത്യമായിട്ടുള്ളതാണ് വേദാന്തം. This is how they are claiming. അങ്ങനെയാണ് അത് അവകാശപ്പെടുന്നത്. But there is no connection between Vedanta and Vedas. എന്നാൽ വേദങ്ങളും വേദാന്തവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. Vedas means it is karma kanda. വേദം എന്ന് പറഞ്ഞാൽ കർമ്മകാണ്ഡമാണ്. That is what is karma kanda. എന്താ കർമ്മകാണ്ഡം എന്ന് It പറഞ്ഞാൽ? is the sacrificial worship. പഴയ നിയമത്തിൽ നാം വായിക്കുന്ന ആ ദൈവത്തെ ആരാധിക്കുന്ന ത്യാഗമാണ്, യാഗമാണ്. All the four Vedas explain about the offering of bloody sacrifices to the gods. ഈ നാല് വേദങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന് യാഗം, രക്തം ചൊരിഞ്ഞുള്ള യാഗം അർപ്പിക്കുന്നതിന്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. All right, we must understand one fact in the Vedas. ഈ വേദത്തിലെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. There is no supreme God explained in Vedas. വേദങ്ങളിൽ ഒരു ഉദാത്തനായ വലിയവനായ ഒരു ഏക ദൈവത്തെ പറ്റി വേദങ്ങളിൽ പറയുന്നു. All are completely minor God and nature God worship. എല്ലാ മൈനർ ഗോഡ്സും പ്രകൃതി ദൈവങ്ങളുമാണ്. So they used to give sacrifice to the gods. ഈ ദൈവങ്ങൾക്ക് യാഗം അർപ്പിക്കും, സ്തുതി അർപ്പിക്കുമായിരുന്നു. Another thing I would like to tell you about sacrifice. യാഗത്തെ പറ്റി വേറൊരു വാക്ക് വേറെ ഒന്ന് ഞാൻ ചിന്തിക്കുവാൻ In ആഗ്രഹിക്കുന്നു. the Bible, in the Old Testament, these people were called to offer bloody sacrifices. നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, രക്തം ചൊരിഞ്ഞ് കൊടുത്ത് യാഗം അർപ്പിക്കുന്ന കാര്യം നമുക്കറിയാം. But in the Vedas, coming to the sacrificial rites, they don't cut the animal and shed the blood. എന്നാൽ വേദങ്ങളിൽ നാം കാണുമ്പോൾ യാഗം അർപ്പിക്കുന്നത് മൃഗങ്ങളെ മുറിച്ച് ഉള്ള യാഗം, രക്തം ചൊരിഞ്ഞതല്ല വേദങ്ങളിൽ കാണുന്നത്. They will be just close the nose and through other various other means they will kill the animal. ആ മൃഗങ്ങളെ അവർ കൊല്ലുന്നത് മുറിച്ച് രക്തം ചൊരിഞ്ഞിട്ടല്ല, ശ്വാസം മുട്ടിച്ച് കൊന്നും മറ്റുള്ള രീതിയിലുമാണ് മൃഗങ്ങളെ കൊന്നാണ് യാഗം അർപ്പിക്കുന്നത്. So that is there is no connection between the biblical sacrifice and the Vedic sacrifice. അതുകൊണ്ട് ബൈബിളിൽ കാണുന്ന യാഗവും വേദിക് യാഗവും തമ്മിൽ ബന്ധമില്ല, അന്തരമാണുള്ളത്. Okay, so these were all in the verbal form. എല്ലാം വാമൊഴിയായിരുന്നു നാം മനസ്സിലാക്കണം, എഴുതപ്പെട്ട കാര്യങ്ങളില്ല അതിൽ. Okay, only Vyasa only collected all these things and he only gave the name Vedas. ഈ കാര്യങ്ങളെല്ലാം വാമൊഴിയായിരുന്നത് വ്യാസനാണ് ശേഖരിച്ച് വരമൊഴിയാക്കി മാറ്റി വേദങ്ങളാക്കി എഴുതി നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. So the root word of Veda is with. വേദം എന്ന് പറഞ്ഞ വാക്കിന്റെ മൂലകം എന്ന് പറയുന്ന വിത്ത് എന്നുള്ള വാക്കാണ്. വിത്ത് അതായത് നമ്മൾ Seed. That's the Tamil. That is the derivative. Malayalam same thing. വിത്ത്. Okay, with means that is the origin of knowledge. അതിന്റെ വേറൊരു അർത്ഥത്തിൽ പറയുന്നാൽ സകല ജ്ഞാനത്തിന്റെയും സകല വിദ്യയുടെയും മൂലം അതാണ്. That is Vedas. അതാണ് വേദം. So after that, this is the work of the Vyasa, and later on only he has written about Brahma Sutras. അതിനുശേഷം വ്യാസൻ ഇതെഴുതിയതിനു ശേഷമാണ് ബ്രഹ്മസൂത്രം താൻ എഴുതുന്നത്. Okay, what is Vedanta? എന്താണ് വേദകാന്തം എന്ന് പറയുന്ന വേദാകാണ്ഡം എന്താണ്? Vedanta is nothing but the fulfillment of sacrifice. വേദാന്തം എന്ന് പറയുന്നത് യാഗങ്ങളുടെ പരിസമാപ്തിയാണ്. So fulfillment of sacrifice, who initiated the fulfillment of sacrifice in the religious field? മത ചിന്തകളിൽ ആരാണ് സകല യാഗങ്ങളുടെയും ആത്യന്തികമായി യാഗം കഴിച്ചത്? It is Jesus Christ. കർത്താവായ യേശു ക്രിസ്തു തന്നെ. He only offered himself as the supreme sacrifice for the remission of our sins. മനുഷ്യന്റെ നമ്മുടെ പാപത്തിനു വേണ്ടി ആത്യന്തികമായ യാഗം, ഉദാത്തമായ യാഗം കഴിച്ചത്, അതിൻ്റെ അന്ത്യമായ യാഗം യേശു ക്രിസ്തുവാണ് ചെയ്തത്. One thing I would like to tell you now. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. Many of you might have gone into the Shiva temple or the Vishnu temple. വിഷ്ണു ശിവ ക്ഷേത്രങ്ങളിൽ നിങ്ങളൊക്കെ പോയി കാണും.
See, first is the Gopuram. ആദ്യത്തെ ഗോപുരമുണ്ട്. Then next, as you enter, you will come across the sacrifice. അതിന് ശേഷമാണ് യാഗസ്ഥലത്തിലേക്ക് നാം കയറുന്നത്. Sacrificial altar. അതെ, വേദി യാഗവേദിയിലേക്ക് നാം പ്രവേശിക്കുക. Sacrificial altar is there, but there is no bloody sacrifice is being offered. എന്നാൽ ഈ രണ്ട് സ്ഥലങ്ങളിലും രക്തം ചൊരിഞ്ഞുള്ള യാഗം അർപ്പിക്കുന്നതായി നാം കാണുന്നില്ല. You ask them, what is the reason for having this sacrifice in the temple, whereas you are not offering the bloody ഈ sacrifice? ക്ഷേത്രത്തിൽ യാഗവേദിയുണ്ട്, യാഗവേദിയിൽ എന്തുകൊണ്ട് രക്തം ചൊരിഞ്ഞുള്ള യാഗമില്ല എന്തുകൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ടോ? ചോദിച്ചോളൂ. All the Hindu temples were built only after 7th century AD. അതിൻ്റെ അർത്ഥം സകല ഹൈന്ദവ ക്ഷേത്രങ്ങളും ഭാരതത്തിൽ പണിതത് 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. 7th AD ശേഷമാണ്. Many around 250 Saiva temples are only in Tamil Nadu. തമിഴ്നാട്ടിൽ 250-ലധികം ശൈവ ക്ഷേത്രങ്ങളുണ്ട്. So this is, I'm talking about the ancient temples. അതെല്ലാം പുരാതനമായ ക്ഷേത്രങ്ങളാണെന്നാണ് പറയപ്പെടുന്നത്. Likewise, the Vaishnavite Tirupadis are 108. വൈഷ്ണവയില് ഉള്ള തിരുപ്പതി ക്ഷേത്രം എന്ന് പറയുന്നത് 108. 108 AD നമുക്ക് കാണുവാൻ കഴിയും. Whereas in Tamil Nadu alone we have 96 temples, Vaishnavite temples. വൈഷ്ണവ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിൽ തന്നെ 96 ഉണ്ട്. So the sacrificial altar is there, but there is no sacrifice. It is because of the supreme sacrifice of Jesus Christ. യാഗത്തിലുള്ള വേദിയുണ്ട്. നാം വളരെ ശ്രദ്ധിക്കണം ഈ പറയുന്നത്. യാഗവേദി ആ ക്ഷേത്രത്തിലുണ്ട്, എന്നാൽ അവിടെ യാഗമില്ല, രക്തം. കാരണമുണ്ട്. എല്ലാ യാഗങ്ങളുടെ ആത്യന്തികമായി യേശുക്രിസ്തു എല്ലാത്തിൻ്റെ പരിസമാപ്തിയായി തന്നെത്താൻ യാഗം അർപ്പിച്ചത് ചരിത്ര സത്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ യാഗവേദിയുണ്ടെങ്കിലും യാഗം ഇല്ലാത്തത്. If I am given an opportunity to deliberate on the religion, Indian religion, I can do that in a different occasion. മതങ്ങളെ പറ്റിയുള്ള സംസാരമാണെങ്കിൽ അത് വേറെ രീതിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. അത് അങ്ങനെയുള്ള സമയമല്ലല്ലോ. But the topic for me today is only the Vedanta, so I will confine myself with this particular topic. വേദാന്തത്തെ പറ്റിയുള്ള ചർച്ചയായാൽ ഞാൻ അതിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിക്കാം. See, the 6 systems of Indian philosophy. ഭാരതീയ തത്വജ്ഞാനങ്ങളുടെ 6 ശ്രേണികൾ. That is, we have 6 systems of philosophy. What is Sankhya, Yoga, Nyaya, Vaisheshika, Brahma Sutra and Mimamsa Sutra? 6 ശ്രേണികൾ എന്ന് പറയുന്നത് സംഖ്യ, യോഗ, ന്യായ, വൈശേഖ്യ, ബ്രഹ്മസൂത്ര ആൻഡ് മീമാംസ സൂത്ര. These are the 6 systems of philosophy. ഈ 6 രീതിയിലുള്ള വിവിധ രീതിയിലുള്ള തത്വജ്ഞാനങ്ങൾ ഭാരതീയത. Among the 6 systems of philosophy, ഈ 6 ഭാരതീയ തത്വജ്ഞാനങ്ങളിൽ Brahma Sutra stand apart from the other 5. ബാക്കി 5-ൽ നിന്നും വ്യത്യസ്തമാണ് ബ്രഹ്മസൂത്രം. Because Brahma Sutra means it is nothing but the investigation of Brahma. ബ്രഹ്മസൂത്രത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മാവിനെ പോലുള്ള ചിന്തകളും വിശദീകരണങ്ങളുമാണ്. Okay, another one Mimamsa Sutra is written by Jaimini. മീമാംസ സൂത്ര എഴുതിയത് ജൈമുനിയാണ് എഴുതിയത്. He is Vedic based. അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. See, after writing the വേദാന്തം എഴുതിയതിനു ശേഷം this Brahminical writer has again intending the other people to come back to the original Vedic path. ഈ ബ്രാഹ്മണ എഴുത്തുകാരനും ജനങ്ങളെ ആത്യന്തികമായ ആദ്യ വേദിക് പാതയിലേക്ക് പന്താവിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി. Now the Brahma Sutra is Brahma Sutra is nothing but the essence of all the Upanishads and the Bhagavad Gita and of course the other one. ബ്രഹ്മസൂത്ര എന്ന് പറയുന്ന ഉപനിഷത്തുകളുടെയും ഭഗവത്ഗീതകളുടെയും എല്ലാറ്റിൻ്റെയും സത്തയാണ്. Okay, in that it deals with who Brahman is. ഇതിൽ പ്രധാനമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ബ്രഹ്മൻ, ദൈവം ആര്, ഈശ്വരൻ ആര് എന്നാണ്. Now Brahma Sutra is in the form of aphorism. അഫോറിസം ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മലയാളം ഐ ഡോണ്ട് തിങ്ക് സോ. സൂത്ര ആയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്.
Okay, sutra text in I don't know what you call in Malayalam. In the grammar, Tamil grammar or the Sanskrit grammar, we have sutras. സൂത്രാസ് ഉണ്ട്. ഈ വ്യാകരണത്തിലുള്ള ഒരു പ്രത്യേക പദമാണ്. Okay, that is aphorism text. പൽവகை பொருளை சில்வகை எழுத்தில் செவ்வன் ஆடியில் செரித்து இனிது விளக்கி ஸ்திட்ப நுட்பம் சிறந்தன சுத்திரம். അതെ, അസ്ഫോറിസത്തിന്റെ നിർവചനമാണ് അദ്ദേഹം സംസ്കൃതത്തിൽ പറഞ്ഞത്. Actually, I will explain it. That is, what is sutra means? That is the subject area which is very vast. വളരെ വിശാലമായ ഒരു വിഷയമാണത്. You can put it in small bits. ചെറിയ ചെറിയ രൂപങ്ങളായിട്ട് അതിനെ മുറിച്ച് എഴുതുവാൻ കഴിയും. Just like when we are going in the leaf of the grass, we see the dewdrop. വാസ്തവത്തിൽ നാം ഇലകളിൽ കാണുന്ന ആ മഞ്ഞു തുള്ളിയില്ലേ, അതുപോലെ. And in that particular drop, when you can go and look at a very big banana tree embedded within the small drop. ആ മഞ്ഞുതുള്ളിയിലേക്ക് നാം നോക്കുമ്പോൾ വലിയൊരു തെങ്ങിന്റെ രൂപം തന്നെ നമുക്ക് അതിൽ ദൃശ്യമാകാം ചിലപ്പോൾ. Likewise, the sutra, when you read, it may be one line or one word or three lines. അതുപോലെ ഈ സൂത്രങ്ങൾ ഒരു വരിയോ രണ്ട് വരിയോ മൂന്ന് വരിയോ ആകാം. ആ ചെറിയ സൂത്രങ്ങളിൽ it is pregnant with a great vast meaning. വിശാലമായ അർത്ഥങ്ങളുള്ള വലിയ കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. Okay, now we go back to the Brahma Sutras, the architectonics, that is how they have arranged. ബ്രഹ്മസൂത്രം എങ്ങനെയാണ് ക്രമീകരിക്കപ്പെട്ടതെന്ന് ഉള്ളത് നമുക്ക് നോക്കാം. There are 4 chapters, 4 adhyayas. ബ്രഹ്മസൂത്രത്തിൽ 4 അധ്യായങ്ങളാണുള്ളത്. 4 adhyaya. Every chapter has 4 padas. ഓരോ അധ്യായത്തിലും 4 പാദങ്ങളുണ്ട്. Actually, the Prasthanatraya, you must keep it in your mind. നിങ്ങളുടെ മനസ്സിൽ പ്രസ്ഥാനക്രിയയെ പറ്റി ഒന്ന് ചിന്തിക്കണം. Now, these 3 books are the main source for the commentators like Adi Shankara. ആദിശങ്കര ആദ്യായവർ അവരുടെ എല്ലാ വിഷയങ്ങളുടെയും ചർച്ചകളുടെയും അടിസ്ഥാനം ഈ കാര്യങ്ങളാണ്. That is Adi Shankara, Ramanuja and Madhva. ആദിശങ്കരനും രാമാനുജനും മാധവന്റെയും 3 പേരുടെയും ചർച്ചകളുടെ വിഷയങ്ങളുടെ അടിസ്ഥാനം ഇവയാണ്. They actually gave commentaries for the writings of the Dravidians. ഈ ദ്രാവിഡ എഴുത്തുകളെ കുറിച്ചുള്ള കമന്ററീസ് ആണ് ഇവർ ചെയ്തത്. Adi Shankara never wrote any original material in the Indian philosophy. ഭാരതീയ തത്വജ്ഞാനത്തിൽ ആദിശങ്കരൻ ഒരു കാര്യങ്ങളും മൗലികമായി എഴുതിയിട്ടില്ല. For that matter, no Brahminical writing is available for the spiritual growth of India. സത്യമായി അദ്ദേഹം പറഞ്ഞത് ഭാരതീയന്റെ ആത്മീയ നവോത്ഥാനത്തിനും ജീവിതശൈലിക്കും വേണ്ടി ബ്രാഹ്മണൻകാരൻ ഒരിക്കലും ഒരു ബ്രാഹ്മണൻ ഒന്നും എഴുതിയിട്ടില്ല. These 3 are the writings of the Dravidians. ഇത് ദ്രാവിഡ ഭക്തന്മാരാണ് അത് എഴുതിയത്. So they have given the explanation, or that is commentaries. ദ്രാവിഡ ഭക്തന്മാർ എഴുതിയ കാര്യങ്ങളെ ഈ ഞങ്ങൾ പറഞ്ഞ ചില കമന്റേറ്റേഴ്സ് വിശദീകരണം നൽകി എന്ന് മാത്രമേ ഉള്ളൂ. I have gone through most of the writings of these 3 great scholars. ഈ 3 വലിയ സ്കോളേഴ്സിന്റെയും എഴുത്തുകൾ ഞാൻ വിശദമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട്. The final finding is, എൻ്റെ ആത്യന്തികമായ നിഗമനം എന്ന് പറയുന്നത്, they have not brought out the original meaning of the Vedanta. നിർഭാഗ്യവശാൽ ഈ കമന്റേറ്റേഴ്സ് ആരും വേദങ്ങളുടെ ആത്യന്തികമായ മൂലത്തിലുള്ള അർത്ഥം അവർ പറഞ്ഞിട്ടില്ല എന്നാണ്. What for Adi Shankara took this work? ആദിശങ്കരൻ വാസ്തവത്തിൽ ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ കമന്ററിയാണത്. The gospel preached by Saint Thomas Apostle in India, അപ്പോസ്തലനായ തോമസ് ഇന്ത്യയിൽ ഭാരതത്തിൽ പ്രസംഗിച്ച സുവിശേഷം, they are all embedded in these 3 books. ഈ 3 പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളതിന് സംശയമില്ല. This particular great scholar in Sanskrit, സംസ്കൃതത്തിൽ കാണുന്ന ഈ ടെക്സ്റ്റ്, he has given misinterpretation for the original text. ഒറിജിനൽ ടെക്സ്റ്റിനെ ആദിശങ്കരൻ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാണ്, തെറ്റായി വിശകലനം ചെയ്തിരിക്കുകയാണ്. That is why the gospel preached by Saint Thomas was not available throughout India in the natural form. അതുകൊണ്ടാണ് അതിൻ്റെ ഒറിജിനൽ പ്രകൃതിയായുള്ള രീതിയിൽ
അപ്പോസ്തലനായ തോമസ് പ്രസംഗിച്ച സുവിശേഷം ഭാരതത്തിൽ ലഭ്യമാകാതെ പോയത്. Now they have distorted everything. അതിനെ വ്യതിചലിപ്പിച്ച് ഡിസ്റ്റോർട്ട് ചെയ്തിരിക്കുകയാണ്. They have destroyed the original material. Some of the materials were completely destroyed. മൂല ഭാഷയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ അവർ നശിപ്പിക്കുകയും ചെയ്തു. Now these scholars are writing. എന്നാൽ ഈ സ്കോളേഴ്സ് എന്ന് അവകാശപ്പെടുന്നവർ It is Adi Shankara is Vedanta, Vedanta is Adi Shankara. ആദിശങ്കരൻ വേദാന്തമായിട്ട് മാറുന്നു, വേദാന്തം എന്ന് പറഞ്ഞാൽ ആദിശങ്കരന്റെ വിശദീകരണമായിട്ട് മാറുന്നു. It is a false claim. ഇത് അടിസ്ഥാനരഹിതമായ ഒരു അവകാശവാദമാണ്. Actually, this is my basic book for my PhD dissertation. എൻ്റെ PhD ഡിസർട്ടേഷന്റെ ചർച്ച എന്ന് പറയുന്നത് ഈ വിഷയമാണ്. When I was going through all these things, I could find that Jesus Christ is the Brahman explained in Brahma Sutras. ഇത് ഞാൻ എൻ്റെ PhDക്ക് വേണ്ടി ശരിയായിട്ട് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ബ്രഹ്മസൂത്രത്തിൽ ആത്യന്തികമായി പ്രദർശിപ്പിച്ചിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയാണെന്ന്. Okay. Here, now, this is the arrangement of Brahma Sutras. You can see it on the slide. ഇവിടെ ഈ സ്ലൈഡിൽ നമുക്ക് ബ്രഹ്മസൂത്രത്തിന്റെ ക്രമീകരണം നമുക്ക് കാണുവാൻ കഴിയും. First chapter deals with the Brahman is the cause of creation, sustenance and destruction of the universe. ആദ്യത്തെ പ്രതിപാദനം എന്ന് പറയുന്നത് ബ്രഹ്മൻ ആണ് സകലത്തിന്റെ സൃഷ്ടിതാവും സംരക്ഷകനും സൂക്ഷിപ്പുകാരനും എന്നാണ്. The second chapter deals with removes any inconsistencies that may arise for such determination. ഈ ഇങ്ങനെ ഒരു തീരുമാനം ഈ സൃഷ്ടിതാവിനെ സംരക്ഷകനെ സ്വീകരിക്കുന്നതിൽ നിന്ന് ഉണ്ടാകുന്ന എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അത് മാറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. The third chapter deals with the means for attaining Brahman. ബ്രഹ്മനാകുന്നത് എങ്ങനെയാണ് ബ്രഹ്മനാകാൻ കഴിയുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള പ്രതിപാദ്യമാണ് മൂന്നാമത്തെ അധ്യായം. The last chapter is Baladhyaya. ഫലാധ്യായ എന്ന് കാണുന്നത് അവസാനത്തെ അധ്യായം. That is the result obtained by the means. ഈ മാർഗ്ഗങ്ങളിൽ കൂടെ എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നെന്നുള്ളത് വിശദമാക്കിയിട്ടുണ്ട്. Okay, the first sutra, next one. First sutra, Adhatho Brahma Jinyasa. Adhatho Brahma Jinyasa എന്ന് പറയുന്ന ആദ്യത്തെ സൂത്രം. That is, the meaning is therefore the inquiry into Brahman. ഞാനിതാ ബ്രഹ്മനെ അന്വേഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. So it is an inquiry into Brahman. അന്വേഷണേ ബ്രഹ്മനെ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണമാണത്. Whereas the other man, the Purva Mimamsa, the author is Jaimini. ജൈമുനി പൂർവമീമാംസ എഴുതിയത് നാം അത് കണ്ടു. The opening sutras begins like this. തന്റെ ആദ്യത്തെ സൂത്രത്തിന് ആ സൂത്രായുടെ ആദ്യത്തെ വരി എന്ന് പറയുന്നത് അദാദോ ധർമ്മ ജിജ്ഞാസ. അദാദോ ധർമ്മ ജിജ്ഞാസ എന്നാണ്. ധർമ്മ means nothing but the sacrifice, offering of sacrifice. എന്ന് പറഞ്ഞാൽ യാഗ അർപ്പണം എന്നാണ്. Second one, the officiating priest of the sacrifice. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ആരാണോ യാഗം കഴിക്കുന്നത് ആ പുരോഹിതൻ പൂജാരിയുടെ കാര്യമാണ്. The officiating priest cannot be a non-Brahmin. അവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഒരു നോൺ ബ്രാഹ്മൺ അബ്രാഹ്മണന് ഒരു പൂജാരിയായിരിക്കാൻ പുരോഹിതനായിരിക്കാൻ ഒക്കത്തില്ല എന്നാണ്, പാടില്ല എന്നാണ്. So the Purva Mimamsa was written by Jaimini. പൂർവ മീമാംസ ജൈമുനിയാണ് എഴുതിയത്. Mainly to uphold the supremacy of Brahmin and the Brahmin class. ബ്രാഹ്മണിസത്തിന്റെയും ബ്രാഹ്മണന്മാരുടെയും അധികാരത്തെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജൈമുനി ഇത് എഴുതിയത്. Next. Now what is the definition of Brahma? See, we must ബ്രഹ്മാവിന്റെ നിർവചനം എന്താണ്? We must discern one thing. ഒരു കാര്യം നാം വിവേചിക്കാറായിട്ടുണ്ട്. One, the Brahma described in the Puranas are different. പുരാണാസിൽ എഴുതിയിരിക്കുന്ന ബ്രഹ്മാവിന്റെ നിർവചനവും വ്യത്യസ്തമായിട്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. Another one, that the Brahman that is described in Brahma Sutra is different. ബ്രഹ്മസൂത്രത്തിൽ വിശദമാക്കിയിരിക്കുന്ന നിർവചിക്കപ്പെട്ട ബ്രഹ്മൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. This is not a Puranic description, it is a theology. ഇത് പുരാണങ്ങളുടെ വിശദീകരണമല്ല, ഇത് ദൈവശാസ്ത്രമാണ്. യദോ വാ ഇമാനി ഭൂതാനി ജായന്തേ യേന ജായന്തി ജീവന്തി യത് പ്രയന്ത്യഭിസം വിസന്തി. യഥാ ജയന്തി ജീവന്തി യത് പ്രയത്യാസം വിസന്തി എന്ന് നാം കാണുന്നു. That is that from which truly all beings are born. ഏതിൽ നിന്ന് യാതിൽ നിന്ന് എല്ലാം ജനിച്ചോ. See, who is Brahman? The answer is given here. ഇതാ ബ്രഹ്മൻ ആരാണ്?
that from which truly all beings are born. എല്ലാറ്റിൻ്റെയും സൃഷ്ടികളുടെയും എല്ലാ സൃഷ്ടികളും എവിടെ നിന്ന് വന്നു? That is, he is the creator. അതാണ് സൃഷ്ടിതാവായ ദൈവം. Then by which when born they live. അതുമാത്രമേ അതിൽ നിന്ന് ജീവിച്ച് ആരാലും ആരുടെ കാരണത്താലും ജീവിക്കുന്നു, അതാണ്. And into which they all return. എല്ലാം ആ സൃഷ്ടിതാവിലേക്ക് തിരികെ പോകുന്നു, അതാണ്. That is Brahman. അതാണ്, അങ്ങനെയാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത്. Another thing is Satyam Jnanam Brahmam. സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് നാം വായിക്കുന്നുണ്ട്. So that is that all attributes are pointing only towards Jesus Christ. ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന സത്യവും ജ്ഞാനവും അനുഗ്രഹവുമായിരിക്കുന്നതെല്ലാം യേശു കർത്താവിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. Just like the Bible, which begins with the creation of the whole world, സകല ബ്രഹ്മാണ്ടത്തിൻ്റെയും സൃഷ്ടിയെപ്പറ്റി ബൈബിൾ പ്രസ്താവിക്കുന്നുണ്ട്. Brahmasutra also begins with the creation of the world. ബ്രഹ്മസൂത്രത്തിൽ നാം കാണുന്നത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ വിശദീകരണമാണ്. That is why the first pada says about the ജിജ്ഞാസാ അധികരണം. അതുകൊണ്ടാണ് ആദ്യത്തെ പാദത്തിൽ നാം കാണുന്നത് ജിജ്ഞാസ അധികരണം എന്ന് പറയുന്നത്. Vedanta Sutras, we have so many names, different names. Just for information I am giving. വേദാന്ത സൂത്രത്തിന് പല പേരുകൾ നമുക്ക് കാണുവാൻ കഴിയും. One is Vedanta Sutra, that is വേദാന്ത സൂത്ര, അതായത് then Sariraka Sutras. അത് കഴിഞ്ഞ് ശാരീരക സൂത്രാസിനെ പറ്റി കാണുന്നുണ്ട്. That is it is about the embodied Brahman. ബ്രഹ്മൻ ഏത് രൂപം ധരിക്കുന്നു അതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളാണ്. Jesus Christ alone is the incarnation of God. യേശുക്രിസ്തു മാത്രമാണ് ദൈവത്തിന്റെ രൂപത്തിൽ അവതരിക്കപ്പെട്ടത്. That is why Brahma Sutra is called by another name, that is Sariraka Sutra or Sariraka Mimamsa. അതുകൊണ്ടാണ് ശാരീരക സൂത്ര എന്ന് ബ്രഹ്മസൂത്രത്തിന് വേറൊരു പേരുള്ളത്. Another one is Nirnayaka Sutras. നിർണായക സൂത്ര എന്നും അതിന് പേരുണ്ട്. Sutras that determine the nature of Brahman, world, soul and moksha. ശ്രദ്ധിക്കുക, ത്രിയേക ദൈവത്തിന്റെ സ്വഭാവങ്ങളായിരിക്കുന്ന ഈ ലോകപ്രപഞ്ചത്തിന്റെ സ്ഥാപകനും ആത്മാവും മോക്ഷവും ഒക്കെ തരുന്നവനുമാണെന്നാണ് അതിന്റെ അർത്ഥം. Then the last one, the Brahma Mimamsa, ബ്രഹ്മമീമാംസ എന്ന് പറയുന്നത്, that is investigation about Brahman. ഈ ബ്രഹ്മനെ പറ്റിയുള്ള ഈ സൃഷ്ടിതാവിനെ പറ്റിയുള്ള അന്വേഷണമാണ്. There are certain names given in the Brahma Sutras. See, ബ്രഹ്മസൂത്രത്തിൽ ചില പേരുകൾ നമുക്ക് കാണാൻ കഴിയും. see, each sutra is not very elaborate. ആ സൂത്രമൊന്നും വളരെ വിശദമായിട്ടൊന്നും എഴുതിയിട്ടില്ല. Then the sutras are unintelligent. വാസ്തവത്തിൽ സൂത്രങ്ങളിലൊന്നും വലിയ ബുദ്ധി ഒന്നും ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാൻ. That is they are not very clear to understand in the first reading. ആദ്യത്തെ നാം വായിക്കുമ്പോൾ കാര്യമായിട്ടൊന്നും നമുക്ക് മനസ്സിലാകുകയുമില്ല. That is why we depend upon the commentators. അതുകൊണ്ടാണ് കമന്റേറ്റേഴ്സിന്, വ്യാഖ്യാതാക്കളെ നാം ആശ്രയിക്കേണ്ടി വരുന്നത്. Okay, one attribute about Brahman is Janmati. ജന്മാദി എന്നാണ് ഈ സൃഷ്ടിതാവിന്റെ ബ്രഹ്മന്റെ ഒരു നിർവചനം. Correct, very good. The കാരണത്വേന ച ആഗാദഗതീഷു യാദവ്യ ബദിഷ്ടോകേ. See, what you see in the whole universe is nothing but the creation of God. ഈ പ്രപഞ്ചമെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. Another thing is യോനിഹി. യോനിധി എന്നുള്ളതാണ് അടുത്ത വാക്ക്. That is he of whom all this work, that is the womb of the universe. ഈ പ്രപഞ്ചത്തിന്റെ womb എന്ന് പറയുന്നത്, ഗർഭമാത്രം എന്ന് പറയുന്നത് ദൈവമാണ്, ഈശ്വരനാണ്. Another name is given as Nirmadaram. നിർമ്മാതാരം എന്ന വാക്കാണ്. That is, the meaning is creator. അവനാണ് സൃഷ്ടിതാവ്. Okay, then another one, that is, I have collected only the materials that could be presented to you. അല്പമായിട്ട് നിങ്ങൾക്ക് പറയാവുന്ന ചില മെറ്റീരിയൽ മാത്രമാണ് ഇപ്പൊ ഞാൻ വിശദമാക്കുന്നത്. I cannot deal everything in detail because it's the time restrained. സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ അധികം വിശദമാക്കുന്നില്ല. One thing is here given here as Rupo Upanyasad. രൂപോ ഉപന്യാസ എന്ന കാര്യമാണ് ഇപ്പോൾ നാം That is, the meaning is that Brahman has the body.
ബ്രഹ്മാവിന് സൃഷ്ടിതാവിന് ശരീരമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. That is, he came into this world as an avataran. ബ്രഹ്മൻ അവതാരമായി മനുഷ്യ രൂപമെടുത്തു വന്നു എന്നാണ് അതിന്റെ അർത്ഥം. And the different commentators write about this particular Brahma. ഈ പ്രത്യേകമായ ബ്രഹ്മസൂത്രത്തെ പറ്റി വ്യാഖ്യാതാക്കൾ എഴുതുമ്പോൾ This is Saguna Brahman. ഇത് സഗുണ ബ്രഹ്മനാണ്. Sagunam. എല്ലാ ഗുണവും ഉള്ള ആള്. That is only you can attribute gunams only to an embodied person. ഈ സർവ്വ ഗുണവും ഈ ദൈവത്തിന് മാത്രമേ നിനക്ക് നൽകുവാൻ കഴിയുകയുള്ളൂ. That is why the Brahma Sutra deals about the God, the incarnate God. അതുകൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ച ദൈവത്തെ പറ്റിയാണ്, സൃഷ്ടിതാവിനെ പറ്റിയാണ് ബ്രഹ്മസൂത്രത്തിൽ വിശദീകരിച്ചിട്ടുള്ളത്. Christian Trinitarian doctrine is completely explained in Brahma Sutra. ബ്രഹ്മസൂത്രത്തിൽ ത്രിയേക ദൈവത്തെ ബൈബിളിൽ എങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ വിശദീകരിച്ചിട്ടുണ്ടോ അത് തന്നെ പൂർണ്ണമായിട്ട് ബ്രഹ്മസൂത്രത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. I have enumerated all the attributes of God the Father. പിതാവായ ദൈവത്തിന്റെ സ്വഭാവ സദ്ഗുണങ്ങളാണ് ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. One is Nirmadaram. നിർമ്മാതാരമാണ്. He is the creator. He is the creator. അവൻ സൃഷ്ടിതാവാണ്. അടുത്തത് He is without origin. അവൻ ആരംഭമില്ലാത്തവനാണ്. He is Param. അവൻ പരം, അവൻ ട്രാൻസെൻഡന്റ് ആണ്. Transcendent. Then he is Mahat. അവൻ മഹത്. He is great. അവൻ വലിയവനാണ്. He is Prakrit. അവൻ പ്രകൃ. He is the material cause of the world. ഭൗതിക വസ്തുക്കളുടെ എല്ലാം ഉത്ഭവം അവനാണ്. ആരംഭങ്ങളുടെയും ആദി കാരണം അവനാണ്. You can recollect in the creation of God in the book of Genesis. ദൈവം നമ്മുടെ കർത്താവ് പറയുന്ന സൃഷ്ടിയുടെ വിശദീകരണങ്ങളും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. He created the whole universe with his word. തന്റെ വാക്കിനാൽ, തന്റെ വചനത്താൽ എല്ലാം സൃഷ്ടിച്ചു എന്ന് വായിക്കുന്നുണ്ട്. That is clearly recorded in the Brahma Sutra. ബ്രഹ്മസൂത്രത്തിൽ അത് തന്നെയാണ് രേഖപ്പെടുത്തി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. That is the meaning of Prakrit. അതാണ് പ്രകൃത് എന്നതിന്റെ അർത്ഥം. Then he is Sarvabedha. സർവഭേദ എന്ന് പറയുന്നുണ്ട്. Sarvabedha means he is endowed with all powers. അവൻ സർവശക്തനാണ്. Another one is he is Arupat. അരൂപവത്. അവൻ he is formless. അവൻ രൂപമില്ലാത്തവനാണ്. രൂപമില്ലാത്തവൻ. When we talk about God the Father or the universal God, he doesn't have a rupa. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവായ ദൈവത്തിന് രൂപമില്ല എന്ന് നാം തന്നെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. Another thing is he is Sarvagatam. അവൻ സർവഗതമാണ്. That is, he is all pervading. അവൻ സർവവ്യാപിയാണെന്നാണ് അതിന്റെ അർത്ഥം. Then another one important thing is there, Atha. അവൻ അർത്ഥ എന്നാണ്. That is, he is the eater, that the universe dissolves in him. യേശുക്രിസ്തുവിൽ എല്ലാം ഒന്നായി ചേരുന്നു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. അതാണ് അതിന്റെ അർത്ഥം. The universe originated from him. പ്രപഞ്ചം അവനിൽ നിന്ന് ആരംഭിക്കുന്നു. Then again it gets dissolved in him. പ്രപഞ്ചം അവനിലേക്ക് തിരികെ ചേർന്ന് സാംശീകരിക്കുന്നു. Next one. Then the incarnate God. അവതരിക്കപ്പെട്ട ദൈവം, മനുഷ്യനായി വന്ന ദൈവം. There are certain names given in the New Testament are recorded in the Brahma Sutra. ഈ ബ്രഹ്മസൂത്രത്തിൽ പുതിയ നിയമത്തിൽ പറയുന്ന അനേക സംജ്ഞകൾ, പേരുകൾ, നാമങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത് ബ്രഹ്മസൂത്രത്തിൽ നമുക്ക് കാണാം. One is he talks about the Pranalinga. പ്രാണലിംഗ എന്ന് പറയുന്നുണ്ട്. That is the living stone. അവൻ ജീവനുള്ള കല്ലാണ്, ജീവന്റെ കല്ലാണ്. First Peter 2nd chapter 2:4 നാം കാണുന്നുണ്ട്. That you can make a note of it and see that God is the living stone. Jesus Christ himself is the living stone. യേശുക്രിസ്തു ജീവന്റെ കല്ല്, ജീവനുള്ള കല്ല് എന്ന് നാം കാണുന്നുണ്ട്. You know, in Indian religion, ഭാരതീയ ചിന്തയിൽ we have one linga worship. ഒരു ലിംഗത്തെ ആരാധിക്കുന്നുണ്ട്, ലിംഗ വർഷിപ്പ് ഉണ്ട്. Do you know where the origination of this particular worship ഈ begins? ലിംഗം ആരാധന എവിടുന്നാ ഉണ്ടായതെന്ന് അറിയാമോ? Lingam is Sanskrit term. ലിംഗം എന്ന് പറയുന്നത് സംസ്കൃത പദമാണ്. That is actually it is a memorial stone. ഒരു ഓർമ്മയുടെ കല്ല്, സ്മാരകം എന്നാണ് അതിന്റെ അർത്ഥം. Book of Genesis 28th chapter. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ We have an incident recorded about Jacob. യാക്കോബിനെ പറ്റി നാം വായിക്കുമ്പോൾ ഓർമ്മ സ്തംഭം, ആ കല്ലിനെ പറ്റി, സ്മാരകശിലയെ പറ്റി നാം വായിക്കുന്നുണ്ട്. At Luz, that is Bethel, ബഥേലിൽ
He had a vision of Jesus Christ. He had a vision of God. ദൈവത്തെ പറ്റിയുള്ള ദർശനം തനിക്ക് A ലഭിക്കുന്നു. ladder was put up from the earth touching the high ആ sky. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം പോകുന്ന ഒരു ഗോവേണിയുടെ കാര്യം പറയുന്നുണ്ട്. The angels were climbing and descending. ദൂതന്മാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കഥ. Next day he took up the stone that was used for his pillow. താൻ തലേണയായിട്ട് ഉപയോഗിച്ച കല്ല് താൻ അടുത്ത ദിവസം എടുക്കുന്ന ചരിത്രം നാം He വായിക്കുന്നുണ്ട്. planted it at Bethel. ബഥേലിൽ താൻ അത് സ്ഥാപിച്ചു. Then he consecrated it. താൻ അവന് അർപ്പിച്ചു He ദൈവത്തിന്. made a vow that I will give tithe. ഞാൻ ഇന്നു മുതൽ ദൈവത്തിന് ദശാംശം കൊടുക്കുമെന്ന ഒരു പ്രതിജ്ഞ അവൻ എടുത്തു. That is later on in 35th chapter in Genesis. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. God himself calls Jacob, go and build an altar in the place where I had given you the vision. പിന്നീടുള്ള ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുന്നുണ്ട്. ദൈവം തന്നെ യാക്കോബിനോട് പറയുന്ന ബഥേലിൽ പോയി നീ എനിക്കൊരു ആലയം പണിയണമെന്ന്. Okay, then later on this Jeroboam, പിന്നീട് യെരോബെയാം രാജാവ്, he only misdirected the Israelites to worship the calf. വാസ്തവത്തിൽ എന്താണ് ചെയ്തത്? ഈ രാജാവ് കാളക്കുട്ടിയെ വർണ്ണിക്കുവാനുള്ള ആരാധിക്കുവാനുള്ള ഒരു തെറ്റായ വഴിയിലേക്ക് അവരെ തിരിച്ചുവിടുകയാണുണ്ടായത്. He made 2 golden calves. 2 സ്വർണ്ണ കാളക്കുട്ടികളെ താൻ ഉണ്ടാക്കുകയുണ്ടായി. He installed it, one at Dan and the other at Bethel. ഒന്ന് ദാനിലും ഒന്ന് ബഥേലിലും താൻ സ്ഥാപിക്കുകയുണ്ടായി. This is the whole nature or the architecture of Saivite temple. ശൈവൈറ്റ് ക്ഷേത്രങ്ങളുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നതാണ്. Okay, so the linga is a Sanskrit term which was coined very late. ലിംഗ എന്ന് പറയുന്ന സംസ്കൃത പദം പിന്നീടാണ് നാം ഈ ഭാഷയിൽ കാണുന്നത്. Likewise, Shiva is also, it is a term which you cannot come across before 3rd century AD. മൂന്നാം നൂറ്റാണ്ട് AD 3-ാം നൂറ്റാണ്ടിന് മുൻപ് ശിവ എന്ന കോൺസെപ്റ്റും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. You can never come across in any of the literature, neither in the epigraph or other evidences. ഈ എഴുത്തുകളിലോ ചിത്രരേഖകളിലോ ഒന്നും അതിനെക്കുറിച്ചുള്ള ഒരു തെളിവും 3-ാം നൂറ്റാണ്ടിന് മുന്നേ നമുക്ക് കാണുവാൻ I കഴിയുന്നില്ല. don't want to elaborate on this particular ഞാൻ thing. വിശദീകരിക്കുന്നില്ല. I'll skip. So this is Pranalinga. അതാണ് പ്രാണലിംഗ എന്ന് This is പറയുന്നത്. Uyirulla Kal. അവൻ ജീവനുള്ള കല്ലാണ്. Another thing is he is Jyoti. അവൻ ജ്യോതിയാണ്, അവൻ പ്രകാശമാണ്. I am the light of the world, Jesus Christ told. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. I am the light of the world. ഞാൻ ലോകത്തിന്റെ വെളിച്ചം. And this is another one is Satya. വേറൊരു വാക്ക് നാം കാണുന്നത് സൂത്രത്തിൽ കാണുന്നത് സത്യം. അവൻ സത്യമാണ്. Satyasya Satyamidhi. അവൻ സത്യമാണ്, ഞാനാണ് സത്യം. He is Satyam. I am Satyam. ഞാൻ സത്യമാണ്. Okay, another one is Prana. പ്രാണ, ഞാൻ ജീവനാണ്. I am the life. ഞാൻ ജീവനാണ്. I am the light of the world. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ജീവനാണ്. Another thing is Om. അവൻ അടുത്തത് ഓം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. Om is a pure Tamil word. പ്രണവ വാസ്തവത്തിൽ അതൊരു തമിഴ് പദമാണ്. Actually, brother is translating as Pranava, that is Uyir, Jeevan. ഉയിർ, ജീവൻ. Okay, Om is a Tamil word. It is nothing but Amen. ആമേൻ എന്നാണ് അതിന്റെ അർത്ഥം. തമിഴ് വാക്കാണ്. Here, these people are, while writing this particular thing, Om is nothing but the Pranava mantra which created the whole universe. സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച പ്രണവ മന്ത്രമാണ് ആമേൻ എന്ന് പറയുന്ന ഈ പദം. That is Jesus himself. അത് യേശു തന്നെയാണ്, യേശു കർത്താവ് മാത്രമാണ്. Many of us are having a notion that God the Father only had created. നാം വിചാരിക്കും പിതാവായ ദൈവം മാത്രമാണ് സൃഷ്ടിയുടെ ഉടമയെന്ന്. No, it is Jesus also. യേശുക്രിസ്തുവും സൃഷ്ടിയിൽ അതിന്റെ ഭാഗമാണ് നമുക്കറിയാം. One of the Trinitarian God. വാസ്തവത്തിൽ ത്രിയേക ദൈവത്തിൽ ഒന്നാണല്ലോ കർത്താവായ ക്രിസ്തു. So Om, that I may recite the Tamil poem, but I'll skip it. The main thing is that Om is the syllable only had created the whole universe. ആമേൻ എന്ന് പറയുന്ന ശബ്ദമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നാണ് ഇതിന്റെ അർത്ഥം.
Another name given to Om is Nada Brahman. നാദബ്രഹ്മൻ എന്നാണ് വേറൊരു വാക്ക് അവിടെ ഉപയോഗിച്ചത്. Nadam is word. നാദം എന്ന് പറയുന്ന ശബ്ദമാണ്, വചനമാണ്. In Sanskrit it is known as Vakyovai Brahma. വാക്യോമി ബ്രഹ്മ എന്നാണ് സംസ്കൃതത്തിനെ പറ്റി പറയുന്നത്. Vakyam in വാക്യം, വചനം. yes, Vakyam. Vakyovai Brahma, that is the word is God. ദൈവത്തിന്റെ വചനം, ആദിയിൽ വചനം എന്ന് നാം വായിക്കുന്നുണ്ട്. So Nada Brahman is equivalent to the Logos. നാദബ്രഹ്മം എന്ന് പറയുന്നത് ലോഗോസ്, ജഡമായി തീർന്ന വചനത്തെയാണ് കുറിക്കുന്നത്. Another thing is the Aparabrahman. Parabrahman is the supreme God. അപരബ്രഹ്മൻ എന്ന് പറയുന്നതാണ് അടുത്തായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Aparabrahman is the one who came into this world in the form of a human being. ഈ അപരബ്രഹ്മൻ എന്ന് പറയുന്നത്, പരബ്രഹ്മൻ എന്ന് പറയുന്നത് ദൈവം, പിതാവായ ദൈവം. അപരബ്രഹ്മൻ മനുഷ്യനായി അവതരിച്ച ഈശ്വരൻ, ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. Ishwaran is Yeshua, Jehoshua, Joshua, Jesus and Ishwara. യഹോവ, യേശുവ, ജീസസ്, അതാണ് ഈശ്വരൻ, യേശുവ. So it is very clear that the God preached in the land of India is Jesus. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ ഈ കാണുന്ന മതങ്ങൾ ഇങ്ങനെ ഉദിത്തിരിഞ്ഞതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ തോമസ് പ്രസംഗിച്ച യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലാണ്. Next one is about the Holy Spirit. പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് അടുത്തായിട്ട് നമുക്ക് കാണുവാൻ Now we കഴിയുന്നത്. are dealing about the Trinitarian doctrine of Bible. വാസ്തവത്തിൽ ബൈബിളിലെ ത്രിയേക ദൈവത്തിന്റെ തത്വശാസ്ത്രമാണ് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. That is how it is being recorded in the Brahma Sutra. ബ്രഹ്മസൂത്രത്തിൽ കാണുന്ന അതേ ചിത്രമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. That is the main terminology used here is Antaryami. അന്തര്യാമി എന്ന വാക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. Antaryami means the inner ruler. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. That is the main thing that we must understand, that Antaryami Ahidai Vasutu. അന്തനാമി യഹിദൈ വസുതു എന്നതിന്റെ അർത്ഥം ഇതാണ്. Brahman is immanent. എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ്. Antara Upapathe. അന്തര ഉപതതെ എന്ന വാക്ക് നാം ഉപയോഗിക്കുന്നുണ്ട്. Antara means the inner man. The indwelling spirit, എന്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്. Another technically it is called as the Dahara Aksha. ദഹര അക്ഷ എന്നാണ് വേറൊരു വാക്ക് നാം അവിടെ ഉപയോഗിക്കുന്നത്. Aksharam is the syllable. അക്ഷരം എന്ന് പറയുന്നത് സിലബിൾ ആണ്, അതിന്റെ വാക്കുകളാണ്, പദമാണ്. Another meaning given to that Akshara is immutable. വചനം എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ് വേറെ അതിന്റെ അർത്ഥം. Jesus Christ is indestructible. യേശു ക്രിസ്തുവിനെ ഒരിക്കലും ആർക്കും നശിപ്പിക്കുവാൻ കഴിയില്ല. അവൻ ഇന്നും ഇന്നലേക്ക് അനന്യനായവനാണ്. He came into this world as a human being. അവൻ മനുഷ്യനായി അവതരിച്ചു, He died. അവൻ മരിച്ചു. But that is not the end of Jesus Christ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ അന്ത്യം അതായിരുന്നില്ല. He rose again. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. That is known as Mrityunjaya. അതാണ് മൃത്യുവിനെ ജയിച്ചവൻ, മൃത്യുഞ്ജയ എന്നവനെ പറ്റി പറയുന്നത്. That is മരണത്തെ വെന്നവർ. മരണത്തെ വെന്നവൻ, മരണത്തെ ജയിച്ചവൻ. Another one is the Vaishwanara Sadharana. വേറൊരു വാക്ക് വൈശ്വനര സാധാരണ എന്നാണ്. The meaning in Sanskrit for Vaishwanara is fire. വൈഷ്ണവര എന്നതിന്റെ അർത്ഥം തീ, അഗ്നി എന്നാണ് സംസ്കൃതത്തിൽ അർത്ഥം. Whereas this author tells us that it is not the Sadharana meaning. എന്നാൽ സാധാരണമായ അർത്ഥത്തിലല്ല ഈ എഴുത്തുകാരൻ ഇതിനെ പറ്റി പറയുന്നത്. It refers to the Brahman, the inner spirit, indwelling spirit. പരിശുദ്ധാത്മാവെന്ന അഗ്നിയെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. We are talking about the Holy Spirit. നാം പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പറയുന്നത്. Anointing of the Holy Spirit. Yes, പരിശുദ്ധാത്മാ അഭിഷേകത്തെ പറ്റിയാണ് നാം ഇവിടെ പറയുന്നത്. That is Agni Abhishekam. അതാണ് സർഗുണ അഭിഷേകം എന്ന് പറയുന്നത്. So it is not in the ordinary sense it is written. അപ്പോൾ ഇവിടെ അഗ്നി എന്ന് പറയുന്നത് സാധാരണ രീതിയില്ല, എന്നാൽ പരിശുദ്ധാത്മാവായ അഗ്നിയുടെ അഭിഷേകത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. That is why it is written Sabda Vishesha. ശബ്ദവിശേഷം എന്നാണ് അതുകൊണ്ട് പറയുന്നത്. That is, it is a Visheshita meaning is given here. വിശേഷമായ ഒരു അർത്ഥമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. I have given you the tabular column. 3 columns are given. 3 കോളം ഒന്ന് ശ്രദ്ധിക്കുക. And in the topic para, പര, apara, അപര, and parabara. പരാപര. This is Trinity. ഇതാണ് ത്രിയേക ദൈവത്തിന്റെ തത്വം എന്ന് പറയുന്നത്. We Christians normally we are accustomed to call it as God the Father, God the Son, God the Holy പിതാവായ Spirit. ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം എന്നാണ് നാം സാധാരണ ഉപയോഗിക്കാറുള്ളത്. But in the theological and in the Vedanta description, എന്നാൽ വേദാന്ത വ്യാഖ്യാനത്തിൽ it is about para,
apara, parabara. പര അപര അപാപര പരാപര എന്ന മൂന്ന് രീതിയിൽ നാം കാണുവാൻ കഴിയും. Para means the transcending form of God. ഈ Transcending. നമുക്ക് കാണുവാൻ കഴിയാത്ത അവാച്യമായ ദൈവത്തിന്റെ രൂപത്തെ പറ്റിയാണ് പര എന്ന് പറയുന്നത്. പരം. Aparam means the incarnate form. അപരം എന്ന് പറയുന്ന അവതാരിക്കപ്പെട്ടത് എന്നാണ് അപരം. Then the one, the parabara means the semi form. That is the two forms put together make one. പരാപര എന്ന് പറയുന്ന ഈ രണ്ട് രൂപങ്ങളുടെ ഒന്നായി തീരുന്ന രൂപത്തെയാണ് പരാപര എന്ന് പറയുന്നത്. You please carefully go through the first column. I'm going to read one by one. ഒന്നൊന്നായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ആദ്യത്തെ കോളം നിങ്ങൾ ശ്രദ്ധിക്കുക. He is the Janmati. ജന്മാതി. Then Janmadaram. ജന്മാധാരം. Pati. പതി. Pati means he is the God. അവൻ ദൈവം എന്നാണ് അതിന്റെ അർത്ഥം. He is Yoni. അവൻ യോനിയാണ്. He is the creator. അവൻ സൃഷ്ടിതാവാണ്. He is Sat. അവൻ സത്യമാണ്. Sat means he is immutable, that is indestructible. മാറ്റമില്ലാത്ത അവൻ നാശത്തിന് വിധേയനാകാത്തവൻ എന്നാണ്. വിനാശകൻ എന്നാണ്. He is Arupi. അവൻ അരൂപിയാണ്. He is Param. അവൻ പരമാണ്. He is Ahasalingam. അവൻ ആകാശലിംഗമാണ്. ആകാശത്തിലെ ശിലയാണ്. I would like to give you one reference. ഒരു റെഫറൻസ് ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നു. If you go to Chidambaram temple, ചിദംബരം ക്ഷേത്രത്തിൽ പോയാൽ that is supposed to be the kshetram for the Saivite. ശൈവൈത്യകളുടെ ക്ഷേത്രമാണത്. ശൈവ ക്ഷേത്രമാണ്. Saiva Kshetram. People go there to see Akashalingam. ആകാശലിംഗം കാണുവാൻ വേണ്ടിയാണ് ശൈവക്ഷേത്രത്തിലേക്ക് ജനം പോകുന്നത്. Do you know what is Chidambara Ragasyam? ചിദംബര രഹസ്യം എന്താണെന്ന് അറിയാമോ? People will go there. ജനങ്ങൾ അവിടെ പോകും. And in a particular place there is an opening. അവിടെ ഒരു ചെറിയൊരു ഓപ്പണിംഗ്, ഒരു സുഷിരം അവിടെ കാണുവാൻ കഴിയും. One line of line in gold is tied. അവിടെ ഒരു ചെറിയ സ്വർണ്ണ ലിഖിതവും അവിടെയുണ്ട്. Some 2 or 3 leaves, wilva leaves are made in gold. 2-3 ഇലകളുടെ രൂപത്തിൽ സ്വർണം അവിടെ ഉണ്ട്. It will be covered with a very small screen. ചെറിയൊരു സ്ക്രീന് അവിടെ ഇട്ടിട്ടുണ്ട്. People will go there. മനുഷ്യർ ആരാധകർ അവിടെ പോകും. Wait for the screen to be open. ആ സ്ക്രീൻ ഒന്ന് മാറാൻ വേണ്ടി ആൾക്കാർ അവിടെ കാത്തു നിൽക്കും. In a fraction of a second the screen will be open. സെക്കൻഡുകൾക്കുള്ളിൽ ആ സ്ക്രീൻ മാറ്റും. You have to see what is there. ആ ശിലയെ അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ എന്താണെന്ന് കാണാൻ Immediately the person who is operating that particular thing will patacha. Have you seen? നിങ്ങൾ കണ്ടോ എന്ന് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ചോദിക്കും. Whether he has seen or not, immediately other people will be in the long queue. He will kandachi. കണ്ടോ എന്ന് ചോദിച്ചാൽ ചുമ്മാ കണ്ടെന്ന് പറയും. You call them, what have you seen? എന്താ കണ്ടതെന്ന് ചോദിച്ചാൽ Nothing. ഒന്നും കണ്ടില്ല. That is, അതാണ് the Vyagyanam is, അതിന്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത്, God is formless. He is in the form of sky. He cannot be seen. ദൈവത്തിന് രൂപമില്ല, പിതാവായ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. That is Akasalingam. അതാണ് ആകാശലിംഗം എന്ന് പറയുന്നത്. The second column, രണ്ടാമത്തെ കോളത്തിൽ നാം കാണുന്നു he is Rupam. രൂപം. Aparam. അപരം. Then Jyoti. ജ്യോതി, വെളിച്ചം. Ishvara. ഈശ്വരൻ. Om. അക്ഷര. Satya. സത്യ. And Prana. പ്രാണ. These are all the attributes of Jesus Christ. യേശുക്രിസ്തുവിന്റെ സ്വഭാവ വിശേഷങ്ങളാണ് ഇതിനെ നാം കാണുന്നത്. Then Parabara, coming to the Holy Spirit. പരാപര എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ ചൂണ്ടിക്കാണിക്കുന്നു. He is a person. അവൻ ഒരു വ്യക്തിയാണ്, നമുക്കറിയാമല്ലോ. He is in Christian theology, it is explained as co-equal. ദൈവശാസ്ത്രത്തിൽ താൻ ദൈവത്തോട് സമനാണ് പരിശുദ്ധാത്മാവ് എന്ന് നാം കാണുന്നുണ്ട്. He is Andaryami. അവൻ അന്തരാമിയാണ്. He is Thakaragasa. അവൻ തകരാകാശ എന്നാണ് പറയുന്നത്. Takaram is minute, which you cannot decipher whether it is something man or something like that, you cannot discern. അതെന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിന് അതീതമായ ഒന്നാണ് പരിശുദ്ധാത്മാവ്. He is Vaiswanara. അവൻ വൈശ്വാവതരയാണ്. Vaiswanara is the fire. അവൻ അഗ്നിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. He is Anandamaya. അവൻ ആനന്ദമായയാണ്. Anandamaya, he is always blissful. അവൻ എന്നും അനുഗ്രഹത്തിന്റെ അധിപതിയാണ്. In the last column I have abridged everything and
brought out an analogy with Christian theology. ക്രിസ്ത്യൻ തിയോളജിയും ഇതുമായിട്ട് ചേർന്ന് ഞാൻ ഒരു വിശകലനം ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. One is God the Father is Parabrahman. പിതാവായ ദൈവത്തെ പരബ്രഹ്മൻ എന്ന് പറയുന്നു. God the Son is Aparabrahman. പുത്രനായ ദൈവത്തെ അപരബ്രഹ്മൻ എന്ന് പറയുന്നു. God the Holy Spirit Thagarabrahman. പരിശുദ്ധാത്മാവ് ദൈവത്തെ തകരബ്രഹ്മൻ എന്ന് പറയുന്നു. Thagarabrahman. Oh, so this is all about Brahmasudra. ബ്രഹ്മസൂത്രത്തിന്റെ വിശദീകരണം എന്ന് പറയുന്നത് ബൈബിളിൽ നാം കാണുന്ന അത് തന്നെയാണ്. Completely based on the Christian theological aspects. ക്രിസ്തീയ തിയോളജിയിൽ ദൈവശാസ്ത്രത്തിൽ നാം പഠിക്കുന്ന അതേ കാര്യമാണ് ബ്രഹ്മസൂത്രത്തിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. Again, you please go back to Apostle Thomas. അപ്പോസ്തലനായ തോമസ് പഠിപ്പിച്ചതാണിത്. He was the first person to preach God. ദൈവത്തെ പറ്റി ദൈവത്തെ ഭാരതത്തിന് അവതരിപ്പിച്ചു കൊടുത്തത് അപ്പോസ്തലനായ തോമസ്. Before the advent of Thomas, തോമസിന്റെ വരവിന് മുൻപ് we had only two major religions in India. രണ്ട് മതങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. One is Jainism. ജൈനിസം. Other one is Buddhism. രണ്ടാമത്തെ ബുദ്ധിസം. These two religions are atheistic. ഈ രണ്ട് മതങ്ങളും ദൈവം ഇല്ല എന്ന് പറയുന്ന നാസ്തികത്വമുള്ളത് നാസ്തികമാണ്. You are right. Nastika Samayam. നാസ്തികവാദികളാണ് അവരെല്ലാം. Okay, then how is it that Indian came to know about God? എന്നാൽ ഈ നാസ്തികവാദങ്ങളുടെ അതിപ്രസരത്തിന്റെ മധ്യത്തിൽ എങ്ങനെയാണ് ഭാരതീയൻ ദൈവത്തെ പറ്റി അറിയുവാനിടയായത്? That is in the first century AD. It was Thomas only preached about the supreme God and the incarnate God. ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ തോമസ് ആണ് വലിയവനായ സൃഷ്ടിതാവായ ദൈവത്തെയും ലോകത്തിൽ മനുഷ്യനായി അവതരിക്കപ്പെട്ട ദൈവമായ ക്രിസ്തുവിനെ പറ്റിയും സംസാരിച്ചത് പറഞ്ഞത്. These aspects you can never come across in the Vedas. വേദങ്ങളിൽ ഇത് കാണുന്നതേയില്ല. These people still today they are misleading us that everything came from the Vedas. ഇന്ന് എന്താ ഇവിടെ സംഭവിക്കുന്നത്? ചരിത്രം തിരുത്തി എഴുതുകയാണ്. സകലതും ഉത്ഭവിച്ചത് വേദങ്ങളിൽ നിന്നാണെന്നുള്ള അസത്യം പോയി പറയുകയാണ് അവരെല്ലാവരും. There is one Neeraj Chaudhary. Yes. And another great scholar, doesn't come to my mind. And he is writing about the origin and development of Vaishnavism. നീരജ് ചൗധരി വളരെ പ്രശസ്തമായ അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്. വേദങ്ങളുടെ ആരംഭത്തെ പറ്റി താൻ എഴുതിയിട്ടുണ്ട്. Vaishnavism, there is no record from the Brahminical writings or Vedic literature to show about the origin of Vaishnavism. അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നു, നീരജ് ചൗധരി പറയുന്നത് വൈഷ്ണവിസത്തിൽ ഈ വേദങ്ങളുടെ ആരംഭത്തെ പറ്റി യാതൊരു സൂചനയും ഇല്ല എന്നാണ്. And again he is putting a question, then what is its source? എന്നാൽ ഇതിന്റെ ആരംഭം, അതിന്റെ മൂലം എന്താണെന്ന് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നു. There is no original material to show that the origin of Vaishnavism developed from Vedas. വൈഷ്ണവിസം വേദത്തിൽ നിന്ന് വേദാന്തകത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്, ഉരുത്തിരിഞ്ഞെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. Nothing. These people are taking one word, that is Vishnu. വിഷ്ണു എന്നൊരു പദം അവർ ഉപയോഗിക്കുന്നു. It means the sun. വിഷ്ണു എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നാണ്. സൂര്യനത്താ അത് കുറിക്കുന്നതേ തവിര it doesn't refer to the supreme God. അത് സൂര്യൻ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിനെ പറ്റി അല്ല പറയുന്നത്. So I had given a reply to them while I was addressing a gathering like this in the New York conference. ന്യൂയോർക്കിലെ ഇതേ പേരിലുള്ള സമ്മേളനത്തിൽ ഞാൻ ഒരു ഉത്തരം പറയുകയായിരുന്നു. That is, the source material for the development of Vaishnavism is the Bible. വൈഷ്ണവിസത്തിന്റെ ആരംഭം കാണുന്നത്, അത് ഉരുത്തിരിഞ്ഞത് ബൈബിളിൽ നിന്നാണെന്നാണ് ഞാൻ വ്യക്തമായി പറയുന്നത്. Likewise, the development of Saivism begins only from the Bible. അതുപോലെ ശൈവിസവും ആരംഭിച്ചത് സുവിശേഷത്തിൽ നിന്നാണ്, ബൈബിളിൽ നിന്നാണ്. So Saivism and Vaishnavism put together is what we call it as Indian Hindu religion. വാസ്തവത്തിൽ ശൈവിസവും വൈഷ്ണവിസവും കൂടെ ഒന്നിച്ചു ചേർന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഭാരതീയ ഹൈന്ദവ മതം എന്ന് ആക്ച്വലി പറയുന്നത്. We have the theological expositions on Saivism. ശൈവിസത്തെ പറ്റിയുള്ള വിശദമായ പഠിപ്പിക്കലുകൾ നമുക്ക് ഉണ്ട്.
That is known as Saiva Siddhanta. സൈവ സിദ്ധാന്ത എന്ന് തന്നെയാണ് അതിനെപ്പറ്റി അറിയപ്പെടുന്നത്. You read that it is nothing but the theology of Christianity. ക്രിസ്തീയതയുടെ ബൈബിളിൽ പറയുന്ന ആ വിശദീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. So the origin of Saivism and Vaishnavism begins only from the Bible. ശൈവിസവും വൈഷ്ണവിസവും തുടങ്ങിയത് ബൈബിളിലെ പഠിപ്പിക്കൽ അടിസ്ഥാനപ്പെടുത്തിയാണ്. Likewise, the Vedanta, the philosophy also is originated with the help of the Bible. അതുപോലെ വേദാന്ത തത്വജ്ഞാനം എന്ന് പറയുന്നതും ബൈബിളിൽ അധിഷ്ഠിതമാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. These scholars like Adi Shankara, Ramanuja and Madhva, ആദിശങ്കരനും രാമാനുജനും മാധവയും എന്ത് ചെയ്തു എന്ന് പറഞ്ഞു, while they are writing the commentaries, ഇതിനെ കമന്ററീസ് അവർ എഴുതുമ്പോ, when they write the commentaries, they are quoting only from the Upanishads and not from the ഇത് Vedas. വ്യാഖ്യാനിച്ചപ്പോൾ അവർ ഉപനിഷത്തിൽ നിന്നാണ് അത് കടമെടുത്ത് അതിനെ വ്യാഖ്യാനിച്ചത്. No Vedic propositions are brought in. വേദിക് ചിന്തകളിൽ നിന്ന് അല്ല അവരതെടുത്തത്. The Upanishads are not the writings of the Brahmins. ഉപനിഷത്ത് എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാർ എഴുതിയതല്ല, They are all written by the Dravidians. ദ്രാവിഡന്മാർ എഴുതിയതാണ് ഉപനിഷത്തുകൾ. This particular element I had already dealt with. ഈ കാര്യം ഞാൻ അല്പം ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് നേരത്തെ. That is, sacrifice is fulfilled. യാഗത്തിന്റെ പരിസമാപ്തി അതാണ്. In the Upanishads, according to the Upanishads, ഉപനിഷത്തിന്റെ ചിന്തയനുസരിച്ച് you cannot offer sacrifices. ഉപനിഷത്തിന്റെ പഠിപ്പിക്കലനുസരിച്ച് നിങ്ങൾക്ക് യാഗം നടത്തുവാൻ കഴിയുകയില്ല. So it sets aside the sacrificial worship. യാഗം അനുവദിച്ചിട്ടില്ല, യാഗ ആരാധന അനുവദിച്ചിട്ടില്ല. It induces a person to understand about the Brahmajnana. ബ്രഹ്മയാഗത്തെ പറ്റി മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. That is, here one Brahmasutra says, ഒരു ബ്രഹ്മസൂത്രത്തിൽ ഇങ്ങനെ പറയുന്നു, Adayeva Agnindana Dhyana Apeksha. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. That is, for this very reason there is no necessity of kindling the sacrificial ഈ ഒരു fire. കാരണത്താൽ യാഗാഗ്നി ഇനിയും കത്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. See, it becomes obsolete. അത് ഇനി അതിന്റെ കാലം കഴിഞ്ഞു, അത് കാലകരണപ്പെട്ടു. There is no need for you to build a fire and offer sacrifice. ഇനി യാഗാഗ്നി കത്തിച്ചിട്ട് യാഗം കഴിക്കേണ്ട ആവശ്യമില്ല, ആരോ ഒരു യാഗം കഴിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. Now the Brihadaranyaka Upanishad says, ബ്രഹ്മധാരണ്യ ഉപനിഷത്തിൽ പറയുന്നു, Brahmanas desire to know him by the study of the Veda, by sacrifice and by gifts. ദൈവത്തിന് ദാനം നൽകിയും യാഗം നൽകിയും ഇതിന്റെ സത്ത ഉൾക്കൊള്ളുവാൻ ബ്രാഹ്മണന്മാർ ശ്രമിക്കുന്നു എന്നൊരു ചൊല്ലിവിടെയുണ്ട്. The Brahmins are always wanting to get something from the others. വാസ്തവത്തിൽ മറ്റുള്ളവരിൽ നിന്ന് എന്തോ ലഭിക്കുവാനുള്ള താല്പര്യത്തോടുകൂടെ ജീവിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് ബ്രാഹ്മിൻസ്. When you offer sacrifice, നിങ്ങൾ ഒരു യാഗം അർപ്പിക്കുമ്പോൾ it becomes the portion of the sacrificial the one who offers sacrifice. അതിന്റെ ഒരു ഭാഗം അവർക്ക് ലഭിക്കുന്നുണ്ട്. That is, the officiating priest will be getting the share. പൂജാരിക്ക് യാഗവസ്തുവിന്റെ ഒരു ഭാഗം ലഭിക്കുന്നുണ്ട്. It is already written in the Old Testament about the Levites, their share. ലേവ്യ യാഗത്തെ പറ്റി നാം വായിക്കുമ്പോൾ ലേവ്യ സമയത്ത് ലേവ്യർക്ക് യാഗ അർപ്പിത വസ്തുക്കളുടെ ഭാഗത്തിന് അവകാശമുണ്ട് എന്ന് വായിക്കുന്നു. Like that, these Brahmins are very much happy to accept the gifts and other sacrificial materials for themselves. അതുപോലെ ഇവിടെയുള്ള പൂജാരികൾ അല്ലെങ്കിൽ മധ്യസ്ഥര് യാഗ വസ്തുവിന്റെ ഭാഗം അവനും സ്വീകരിക്കുന്നുണ്ട്. But in coming to Upanishads, എന്നാൽ ഉപനിഷത്തിൽ വരുമ്പോൾ you have to set aside the sacrifice. ഈ യാഗമേ അവിടെ പ്രസക്തിയില്ല. You must completely offer yourself so that you can understand and study what is Brahmajnana. ഒരു യാഗ വസ്തു അർപ്പിക്കുന്നതിനും നീ നിന്നെ തന്നെ ദൈവം മുമ്പാകെ യാഗമായി സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. Brihadaranyaka Upanishad says aham yajñam. യഹബ്രഹ്മണ്യ ഉപനിഷത്ത് പറയുന്നത് അഹം, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നാണ്, യജ്ഞമായി യാഗമായി സമർപ്പിക്കുന്നു എന്നാണ്. Likewise, the Bhagavad Gita also tells aham yajña ahameva sarva yajña. അതുപോലെ തന്നെയാണ് ഭഗവത്ഗീത, ഞാൻ തന്നെ സമർപ്പിക്കുന്നു, ഞാൻ തന്നെ യാഗമാണ്, അഹം എൻ്റെ സ്വന്തം സ്വയം യാഗമായി നിൻ മുമ്പിൽ അർപ്പിക്കുന്നു എന്നാണ്. See, Bhagavad Gita is not
a portion of Mahabharata. മഹാഭാരതത്തിന്റെ ഭാഗമല്ല ഭഗവത്ഗീത എന്ന് പറയുന്നത്. It is a separate entity. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞല്ല തികച്ചും വ്യത്യസ്തമായ എഴുത്തുകളാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. Later on, this Brahminical people, they have only included this Bhagavad Gita as a part of Mahabharata. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ബ്രാഹ്മണന്മാർ ഭഗവത്ഗീത മഹാഭാരതത്തിന്റെ ഭാഗമാക്കി മാറ്റിയത്. One thing we must understand. ഒരു കാര്യം നാം മനസ്സിലാക്കണം. See, the source materials of the Dravidian writings were completely manipulated. ഈ ദ്രവിഡ എഴുത്തുകളുടെ ഉഭവ കേന്ദ്രം എല്ലാം നശിപ്പിക്കപ്പെട്ടു എന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ്. Scholars acknowledge. സ്കോളേഴ്സ് പറയുന്ന ഒരു കാര്യം, that is the original writings of Mahabharata, the writings of Vyasa is only 8,800 slokas. വ്യാസൻ എഴുതിയ മഹാഭാരതം എന്ന് പറയുന്നത് 8800 ശ്ലോകങ്ങൾ മാത്രമാണ്. Today it has grown up to more than 1,20,000. എന്നാൽ ഇന്ന് ഇവരെല്ലാവരും കൂടി അത് 1,20,000-ലധികമാക്കി കഴിഞ്ഞു. Can we decipher the 880 original writings of Vyasa? 880. 8,080. 880-ഉം 8,800-ഉം 1,70,000 തമ്മിലുള്ള 20,000 തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളല്ലോ. This is how they have manipulated in every writings. The spiritual writings are completely manipulated. ഭാരതത്തിലെ ഇതുപോലുള്ള എല്ലാ ആത്മീയ എഴുത്തുകളും ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുന്ന തന്ത്രങ്ങൾ മെനഞ്ഞ് സൃഷ്ടിച്ചിരിക്കുകയാണ്. So this is how to capture and enslave the Dravidian people. ദ്രവിഡ ജനതയെ അടിമകളാക്കുവാനുള്ള കുതന്ത്രമാണ് ഇതിന്റെ പിന്നിലുള്ളത്. Why they are giving a sanction in the religion and in the philosophy about the four varnas. ഈ ചതുർവർണം എന്ന് പറയുന്ന കിരാതമായ കാര്യങ്ങളെ സ്ഥാപിച്ചു കൊടുക്കുവാൻ വേണ്ടി മതത്തിന്റെ ചുവട് പിടിച്ച് അവർ മുന്നോട്ട് നീങ്ങുകയാണ്. So this we must be very careful and understand that all the original writings pertaining to the gospel of Thomas were completely distorted. ഞാൻ ഇപ്പോഴും പറഞ്ഞതാണ്, വാസ്തവത്തിൽ അപ്പോസ്തലനായ തോമസ് പഠിപ്പിച്ച സുവിശേഷത്തിന്റെ ദൈവജ്ഞാനത്തിന്റെ ഒരു വ്യത്യാസമാണ്, വ്യതിചലനമാണ് നമുക്ക് ഇതിൽ കാണുവാൻ കഴിയുന്നത്. Okay, I'll come to the closing points. Next pola. Another important thing in the Indian philosophy is ഭാരതീയ തത്വജ്ഞാനത്തിൽ നാം പ്രത്യേക കുറിക്കൊള്ളേണ്ട ഒരു കാര്യമാണ് ബോണ്ടേജ്, അടിമത്തം. What is that? എന്താണ് ഈ അടിമത്തം? That they are pointing only to രണ്ട് കാര്യങ്ങൾ ഇതിൽ നാം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. One is Trohidam and Bandham. ഒന്ന് തിരോഹിതം, രണ്ട് ബന്ധം. Bogene thu idare sabayitva sambatyate. That is the Sanskrit term. സംസ്കൃതത്തിന്റെ അർത്ഥം ഇതാണ്. That is, but having destroyed by experience of the other two evil deeds, they have begun to yield fruits, then attain Brahman. വാസ്തവത്തിൽ രണ്ട് ദുരുപദേശങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും നശിപ്പിച്ചതിന് ശേഷം ഞാൻ ബ്രാഹ്മണനായി മാറുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. There are two types of bonds. രണ്ട് രീതിയിലുള്ള അടിമത്തങ്ങളുണ്ട്. For that, these people are not able to give correct explanation. ഇതിന് ഈ അടിമത്തം എന്താണെന്ന് നിർവചിക്കുവാനോ വിശദീകരിക്കുവാനോ ഇവർക്ക് കഴിയുന്നില്ല. What is the two bondage? വാസ്തവത്തിൽ അവർ രണ്ട് അടിമത്തങ്ങൾ എന്നേ പറയുന്നുള്ളൂ. These people are writing one നന്മ എന്നൊന്ന് തീമൈ. നന്മയും തിന്മയും എന്ന കാര്യങ്ങൾ അന്നേ അവർ പറയുന്നുള്ളൂ. I'll quote one തിരുക്കുറൾ. തിരുക്കുറളിലെ ഒരു ഭാഗം ഞാൻ ഉദ്ധരിക്കട്ടെ. ഇരുൾ சேர் இருவினையும் சேரா இறைவன் பொருள் சேர் புகழ் புரிந்தார் மாட்டு. This is a very beautiful couplet. വളരെ മനോഹരമായ ഒരു തിരുക്കുറൾ പദ്യമാണ് ഞാൻ പറഞ്ഞത്. ഇരുൾ சேர் ഇരുവിனை, that is darkness. That are two vinais which will lead. രണ്ട് നശീകരണമാണ് ഇരുൾ എന്ന് പറയുന്നത്, ഇരുട്ട്. ഇരുൾ சேர் ഇരുവിனை. You see, these two evil deeds will lead you into hell. ഈ ഇരുളിലുള്ള പ്രവൃത്തികൾ ഇരുളിൽ ജീവിച്ചാൽ അത് നരകത്തിലേക്കുള്ള യാത്രയാണെന്നാണ് പറയുന്നത്. But if you accept or if you embrace the one who is very pure
these two things will never come to you. എന്നാൽ നീ വിശുദ്ധനായ വെളിച്ചമായ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഇരുൾ നിന്നെ ബാധിക്കുകയില്ല എന്നാണ് നിന്റെ The commentators write about two Vinays. വാക്യാതാക്കൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. One is Nanmai, another is Thimai. ഒന്ന് നന്മ, രണ്ട് തിന്മ. All right, Thimai will lead me into bondage or hell. തിന്മ എന്നെ നരകത്തിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുകയാണ്. How is it that when I do good deeds that also will lead me into hell? എന്നാൽ നന്മ ചെയ്താൽ പിന്നെ എങ്ങനെയാണ് നന്മ എന്നെ നരകത്തിലേക്ക് നയിക്കുന്നത്? So this is a wrong commentary. ഇതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. If you want to understand the real meaning, ഇതിന്റെ ശരിയായ അർത്ഥം നാം മനസ്സിലാക്കണമെങ്കിൽ we must go back to the Bible. ബൈബിളിലേക്ക് നാം മടങ്ങി വരേണ്ടതായിട്ടുണ്ട്. One is the original sin, the other is the personal sin. ഒന്ന് ആദി പാപവും പിന്നെ വ്യക്തി പാപവും. Only if you bring these two into this particular context, you can understand the original. മനുഷ്യന്റെ ജന്മപാപവും കർമ്മപാപവും കൂടെ ഒന്നിച്ച് സമ്മേളിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ അർത്ഥം ശരിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. Bhagavad Gita very clearly says ഭഗവത്ഗീത പറയുന്നു കർമ്മബന്ധം and ജന്മബന്ധവും കർമ്മബന്ധവും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. That same thing is written here in Brahmasutra. ബ്രഹ്മസൂത്രയിൽ നാം എഴുതി കാണുന്നുണ്ട്. In the whole of Indian philosophy, ഭാരതീയ തത്വജ്ഞാനത്തിൽ വിചാരധാരയിൽ every philosophy tells that a man is born with bonds. എല്ലാ ചിന്തകളും നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പാപത്തിൽ ഉരുവായി പാപത്തിന്റെ അടിമത്തത്തിൽ ആണ് എന്നാണ്. Whether it is Jainism or Buddhism, ബുദ്ധിസമാണെങ്കിലും ജൈനിസമാണെങ്കിലും or the other religions which accept God, theistic religions, ഈ ദൈവികമായ മതങ്ങളെ വിശ്വസിക്കുന്ന വേറെ ഏത് മതമായാലും they very clearly tell that man is born with bonds. ഇവരെല്ലാം പറയുന്ന മനുഷ്യൻ അടിമത്തത്തിൽ ബന്ധനത്തിൽ ഉരുവായി എന്നാണ്. But no Indian philosophy tells why the man is born with sin. എന്നാൽ ഒരു ഭാരതീയ തത്വചിന്താധാരയിലും മനുഷ്യൻ എന്തുകൊണ്ട് എങ്ങനെ പാപത്തിന്റെ അടിമത്തത്തിൽ ഉരുവായി എന്ന് വ്യക്തമാക്കുന്നതേ ഇല്ല. Because they don't want to see it in the light of the Bible. കാരണം ഈ പാപത്തിന്റെ ഉത്ഭവസ്ഥിതിയെപ്പറ്റി ഈ ബന്ധനത്തെപ്പറ്റി ബൈബിളിൽ എന്ത് വിശദമാക്കുന്നു എന്നുള്ളത് സ്വീകരിക്കുവാൻ അവർ തയ്യാറല്ല എന്നതുകൊണ്ടാണ്. Only when you look at it through the light of the Bible, you can understand what are the two things. ബൈബിളിന്റെ പ്രകാശധാരയിൽ നാം അതിനെ വിവക്ഷിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുള്ളൂ. Saiva Siddhanta tells, ശൈവ സിദ്ധാന്തം പറയുന്നത് one is Sahajamalam and Karmamalam. ഒന്ന് സഹജമലവും കർമ്മഫലവുമാണ്. Sahajamalam, that one which is born with me. എന്നിൽ കൂടെ നിക്ഷിപ്തമായി എന്റെ ജന്മനായി ഉണ്ടാകുന്നതാണ് ഒന്ന്. Karmamalam is the one which is the personal sin. കർമ്മഫലം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന പാപത്തിന്റെ അനന്തര ഫലമാണ്. Okay, this is bondage. ഇതാണ് അടിമത്തം, ഇതാണ് ബന്ധനം എന്ന് പറയുന്നത്. And the mukti, everybody is aspiring for mukti. എല്ലാവർക്കും മുക്തി വേണം, മോക്ഷം വേണം, വിടുതൽ വേണം. Okay, does it this Brahmasutra tells anything? ബ്രഹ്മസൂത്രത്തിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും പ്രതിപാദിച്ചിട്ടുണ്ടോ? In the beginning I was telling you, I don't know how many of you have followed it. I don't know. എത്ര പേര് ഇത് എന്നെ പിന്തുടർന്നു എന്ന് എനിക്കറിയുന്നില്ല. The Brahmasutra, the other name Brahmasutra has is Moksha Shastra. വാസ്തവത്തിൽ ബ്രഹ്മസൂത്രത്തിന്റെ വേറൊരു പേര് മോക്ഷശാസ്ത്രം എന്നാണ്, മുക്തിമാർഗം എന്നാണ്. Okay, when you read the whole Brahma Sutras, you will finally come into the correct Brahman who will lead you into mukti. ബ്രഹ്മസൂത്രം എല്ലാം നാം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് ആര് നിന്നെ യഥാർത്ഥ മോക്ഷത്തിലേക്ക് നയിക്കുവാൻ കഴിയുമോ ആ ബ്രഹ്മാവിനെ പറ്റിയാണ് അവിടെ ആത്യന്തികമായി പറഞ്ഞിട്ടുള്ളത്. Okay, the first line tells you that the departed soul puts on a new future body. ആദ്യത്തെ വരി പറയുന്നത് നാമിൽ നിന്ന് വേർപിരിയുന്ന ആത്മാവ് പുതിയൊരു ശരീരത്തെ ആവഹിക്കുന്നു, കിട്ടുന്നു എന്നാണ്, ശരീരം ലഭിക്കുന്നു എന്നാണ്. Okay, see, the mortal body will be lied in the on this mundane world. ഈ മർത്യമായ ശരീരം അതാ പെട്ടിയിൽ ഉണ്ട്. What about the spiritual body? ആത്മാവ് എവിടെ പോകുന്നു?
it puts on a new body. മർത്യമായത് അമർത്യമായതിനെ ധരിക്കുന്നു. Unless the seed is planted, you cannot get the sprout. വിത്ത് വിതയ്ക്കാതെ വിത്ത് നടാതെ അത് വളരുകയില്ല, ഒരു ചെടിയാകുകയില്ല. That many is different, that body is different. വിത്ത് ചാകേണ്ടതായിട്ടുണ്ട്, എങ്കിൽ മാത്രമേ അത് ജീവൻ ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ആത്മാവും ശരീരവും തമ്മിൽ വ്യത്യാസമുണ്ട്. Only the spiritual body can enter into moksha. ആത്മാവിന് മാത്രമേ മോക്ഷത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. Brahma Sutra tells this. ബ്രഹ്മസൂത്ര അതാണ് പറയുന്നത്. The second line tells about the soul is not destroyed by the gross body. വാസ്തവത്തിൽ രണ്ടാമത്തെ ഇത് പറയുന്നത് ആത്മാവ് നാശത്തിന് വിധേയമല്ല എന്നാണ്. We must understand the body, then soul and the spirit. വാസ്തവത്തിൽ ശരീരം, ആത്മാവ്, പ്രാണൻ, ഇത് മൂന്നും നാം വായിക്കുന്നു. The body we know. ശരീരം എന്താണെന്ന് നമുക്കറിയാം. We know what is uyir. ഉയിർ, പ്രാണൻ എന്താണെന്ന് നമുക്കറിയാം. What is soul? ആത്മാവ് എന്താണ്? What is soul? എന്താണ് ആത്മാവ്? Atma is the one which discerns what is the permanent goodness and what is permanent. സ്ഥായിയായത്, നിത്യമായത്, ശാശ്വതമായത്, നാശമില്ലാത്തതാണ് ആത്മാവ്. അത് ദൈവികമാണ്. That is soul. അതാണ് ആത്മാവ്. The soul is not destroyed by the gross body. മനുഷ്യന്റെ ഈ ശരീരത്തിന് ആത്മാവിനെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല. When my body is destroyed, the soul is not destroyed. Yes, എന്റെ ശരീരം മാറ്റപ്പെടും, അത് മർത്യമാണ്, ആത്മാവ് അമർത്യമാണ്. That is when it will rise again, that is resurrection. ആത്മാവ് ഉയിർത്തെഴുന്നേൽക്കും, ആത്മാവിന് പുനർജീവനുണ്ട്. That is why we as Christians believe that on the day of judgment we all will be presented before the table of judgment. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായത്തിന് മുമ്പാകെ ഉത്തരം പറയുവാൻ നിൽക്കണമെന്ന്. So it is in the form of aphorism sutram. ഈ സൂത്രം എന്നുള്ള രീതിയിൽ ഇവിടെ നാം ബ്രഹ്മസൂത്രത്തിൽ കാണുന്നു. So all these commentators have completely suppressed the fact of the Christian ideology. ഞാൻ ഇവിടെ ഇത് പറയാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സാർ പറഞ്ഞതാണ്, ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ബൈബിളിൽ നിന്ന് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ബ്രഹ്മസൂത്രത്തെ വ്യാഖ്യാനിച്ച ചില വ്യാഖ്യാതാക്കൾ തികച്ചും അടിസ്ഥാനരഹിതമായ വ്യാഖ്യാനമാണ് നൽകിയത്. അത് നാം സ്വീകരിക്കരുത്. So this is another beautiful sutra is that says amritatvam cha anubhoshya. അമൃതത്വം, eternal life. Amritatvam is eternal. Eternal life, nitya jeevan. That is anubhoshya without having burnt. വാസ്തവത്തിൽ ഈ നിത്യജീവന് നാശമില്ല, അത് അഗ്നിക്കിരയാകുകയില്ല. That agni is hell, എന്ന് പറയുന്നത് നരകമാണ്, നാശമാണ്. Whereas moksha is without burning in the hell. എന്നാൽ മോക്ഷം എന്ന് പറയുന്നത് അഗ്നി നരകത്തിൽ പോകാതെ അവിടെ നിന്നുള്ള വിടുതലാണ്. That is why Brahma Sutra tells it is Brahmaloha. ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന ബ്രഹ്മലോകം എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. Brahmaloga is nothing but the loga of the Brahma. ബ്രഹ്മലോകം എന്ന് പറയുന്നത് ദൈവ ആത്മാവിന്റെ ലോകമാണ്. So the great commentator Ramanuja writes for this particular line. രാമാനുജൻ ഇതെഴുതുമ്പോൾ Brahmaloka must be interpreted as the Brahman itself is the loka. ശ്രദ്ധിക്കുക, ഇദ്ദേഹം ചെയ്ത തെറ്റ് കാണിക്കണോ? രാമാനുജൻ ചെയ്തത് ബ്രഹ്മലോകം എന്ന് പറയുന്നത് ബ്രഹ്മൻ മാത്രമാണ്, ബ്രഹ്മൻ തന്നെയാണെന്നാണ് താൻ വ്യാഖ്യാനിച്ചെഴുതിയത്. In Revelation 21st chapter 22nd verse, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, I saw no temple in the city. ഞാൻ അവിടെ ആലയമില്ല, ദൈവാലയമില്ല എന്ന് കാണുന്നു. For its temple is the Lord God Almighty and the Lamb. അവിടെ ഇതാ ആലയം എന്ന് പറയുന്നത് കുഞ്ഞാടും താനുമാണ്, ദൈവമാണ് എന്ന് കാണുന്നു. So the Brahmaloka is Jesus Christ himself. ബ്രഹ്മലോകം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. So the mukti or moksha is attaining Jesus after our mundane world. മുക്തിയും മോക്ഷയും വിടുതലും ആത്മാവിന്റെ വിടുതലും എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൽ ഈ ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കുന്നതാണ്. Chandogya Upanishad says, ചാന്തോഗ്യ ഉപനിഷത്ത് പറയുന്നു, the Atman which is free from evil, free from old age, free from death, free from sorrow, free from hunger and thirst.
യാതൊരു ആത്മാവ് പാപത്തിൽ നിന്നും വയോധികത്വത്തിൽ നിന്നും മരണത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിശപ്പിൽ നിന്നും ദാഹത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നു. The Revelation book, the 21st chapter, 22nd. വെളിപ്പാട് പുസ്തകം 21:22 വായിക്കുന്നു. God himself will be with them. ദൈവമായവൻ തന്നെ അവരോട് കൂടെയുണ്ട്. He will wipe away every tear. അവൻ എല്ലാ കണ്ണുനീരും തുടയ്ക്കും. The death shall be no more. ഈ മരണത്തിന് സ്ഥാനമില്ല. Neither shall there be mourning, nor crying, nor pain any more. അവിടെ കരച്ചിലോ വേദനയോ ദുഃഖമോ ഈ വിലാപമോ ഇല്ല. The former things have completely passed away. പഴയതെല്ലാം കഴിഞ്ഞുപോയി. That is mukti. എല്ലാം പുതുതായി തീർന്നു. അതാണ് മുക്തി, മോക്ഷം, വിടുതൽ. I want to close my deliberation with this particular point. I have some more. ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്. So the whole of Brahma Sutras, if you look into the eye of the Bible, you can understand very clearly that it talks about Jesus Christ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ബ്രഹ്മസൂത്രം നാം മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ അതിലൊരു സമാനത നമുക്ക് കാണുവാൻ കഴിയും. So thank you very much for the opportunity that you have given to me. എനിക്ക് നിങ്ങൾ നൽകിയ ഈ അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. It's a very great honor for me that Dr. Babu is giving me the translation. I never expected. ഞങ്ങൾ പഴയ സ്നേഹിതരാ, പേടിക്കണം. So thank you very much. In case if you have any questions, I may be in a position to answer. എന്തെങ്കിലും അല്പമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, ചുരുക്കത്തിൽ മറുപടി പറയാവുന്നതാണ്. Yeah, he says, you said that Sanskrit is not the mother. In that case, which could be said as Tamil, a mother? Tamil. ഞങ്ങൾ തമ്മിൽ വഴക്കാം. He says Tamil, yes. Whether it is Malayalam or Tamil, all are the same. Same thing, yeah, okay. He says Buddhism has come to kill the Hinduism. What do you think about it? Hinduism was not at that time. Hinduism, the period of Hinduism is only 7th century and later. 7th century later. ഹിന്ദുയിസം ഇല്ല. ഹിന്ദുയിസം 7ാം നൂറ്റാണ്ടിക്ക് അപ്പുറമാണ്. Sacrifices are universal in nature. Wherever you go, their worship is associated with offering of the bloody sacrifice. Why do you call it that it is confined only to the Vedas? It's universal. It is universal. വേദങ്ങൾ രചിക്കപ്പെട്ടത് വ്യാസമുനി എന്നാണല്ലോ പറഞ്ഞത്. വ്യാസമുനിയുടെ കാലഘട്ടം ഏതായിരുന്നു? Veda was given by Vyasa. Veda was not given by Vyasa. It was the Vedic songs which were in the verbal form were collected by Vyasa and given in the written form. ഏത് കാലഘട്ടത്തിലാണ് വ്യാസന്റെ? The development of Sanskrit begins only in the 2nd century AD. It sprouts. സംസ്കൃതം ഉരുത്തിരിഞ്ഞത് 2ാം നൂറ്റാണ്ടിന് ശേഷമാണ്. The scholars record very clearly that from 5th century AD onwards, the Sanskrit inscriptions began to substitute the Prakrit epigraphs. പ്രാകൃത രൂപമായിരുന്ന പഴയ ഭാഷ അപബ്രഹ്മാസ്മിയൊക്കെ ഉണ്ടല്ലോ, പ്രാകൃത രൂപത്തിന് ശേഷം 5ാം നൂറ്റാണ്ടിൽ മാത്രമാണ് അല്പമായ സംസ്കൃത ലിഖിതങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. I'll put a question to you. ചോദിക്കട്ടെ. തമിഴ് പേசுறவன் தமிழன், തമിഴ് പറയുന്നവൻ തമിഴൻ, മലയാളം പേசுறவன் മലയാളം, പറയുന്നവൻ മലയാളം, ഇംഗ്ലീഷ് പേசுறவன் ആംഗലേയൻ. ഇംഗ്ലീഷുകാരൻ. Who is that who speaks Sanskrit? സംസ്കൃതം പറയുന്നവൻ ആരാണ്? സംസ്കൃതൻ അല്ലേ? ആരാ സംസ്കൃതം ഇവിടെ? It was never a spoken language of any common man. സാധാരണ ജനത്തിന്റെ സംസാര ഭാഷ ആയിരുന്നില്ല സംസ്കൃതം. It is only a scholastic language developed by the Dravidians in Kanchipuram. വാസ്തവത്തിൽ കാഞ്ചീപുരത്തിലെ ദ്രാവിഡക്കാരാണ് സംസ്കൃതം വികസിപ്പിച്ചത്. I am yet to get some data
valuable data on this particular line. On ഇതിനെപ്പറ്റി this, കൂടുതൽ but വിശദമായിട്ട് നാം പിന്നീട് പറയുവാൻ that is so. Sanskrit is not a spoken language; it is a communicating language. അത് മനുഷ്യന്റെ സംസാര ശരിയാ മറ്റുള്ളവരോട് പറയുന്ന ചില കാര്യങ്ങളായിരുന്നു, സാധാരണക്കാരുടെ ഭാഷ ആയിരുന്നില്ല സംസ്കൃതം. Another thing you must understand that ഒരു കാര്യം so many things written in Tamil and the allied languages were completely translated into Sanskrit. Then they destroyed the original Tamil text. ശ്രദ്ധിക്കുക, തമിഴിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ സംസ്കൃതത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പിന്നീട് ഈ സംസ്കൃത പണ്ഡിതന്മാരെന്ന് പറയുന്നവർ ആ ഒറിജിനൽ മൂല ഭാഷയെ മൂലമായിട്ട് എഴുതിയ ഗ്രന്ഥങ്ങളെ അവർ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Still it is going on. ഇപ്പോഴും അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. They are trying to enslave us. The sons of the soil are being completely enslaved by these people. യഥാർത്ഥമായ ഭാരതീയരെ നശിപ്പിക്കുവാനുള്ള കുൽസിത ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്.